Hello everyone. Master K Academyയുടെ ഫാർമസിസ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫാർമസിസ്റ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും, നോട്ടിഫിക്കേഷൻസ് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ പുതിയ നോട്ടിഫിക്കേഷൻസിനൊക്കെ ആയിട്ട് PSC ആപ്ലിക്കേഷൻസ് വിളിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഫാർമസിയുടെ സിലബസിനെ കുറിച്ചിട്ടും സബ്ജക്റ്റുകളെ കുറിച്ചിട്ടും ഒക്കെ എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടാകും. എന്നാലും ഒന്നുകൂടി പറയാം. മെയിൻ സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഫാർമസ്യൂട്ടിക്സ് 1, then pharmaceutical chemistry 1, pharmacognosy, then pharmaceutics 2, pharmaceutical chemistry 2, pharmacology and toxicology, then pharmaceutical jurisprudence, drugstore and business management, and finally hospital and clinical pharmacy. ഫസ്റ്റ് ഇയറിലെ നമ്മുടെ സബ്ജക്റ്റുകളായ ഹ്യൂമൻ അനാറ്റമി ആൻഡ് ഫിസിയോളജി, ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് ബയോകെമിസ്ട്രി ഇപ്പം നമ്മുടെ സിലബസിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട്. ബാക്കി ഞാൻ ഈ പറഞ്ഞ സബ്ജക്റ്റുകളാണ് മെയിൻലി നമ്മുടെ എക്സാമിനുള്ള സിലബസ് ടോപ്പിക്കുകൾ. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് ഫാർമസ്യൂട്ടിക്സ് 1 ടോപ്പിക്കായ സ്റ്റെറിലൈസേഷനെ കുറിച്ചിട്ടാണ് നമ്മുടെ ക്ലാസ് പോകുന്നത്. ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും സ്റ്റെറിലൈസേഷൻ, അല്ലേ? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇന്ന് ജസ്റ്റ് ഒന്ന് ഒരു ഫ്രഷപ്പ് പോലെ പറയാം എന്താണ് സ്റ്റെറിലൈസേഷൻ എന്നുള്ളത്. സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് ഓൾ മൈക്രോ ഓർഗാനിസം. നമ്മുടെ ഈ കാണുന്ന ലിവിങ് സിസ്റ്റത്തിലുള്ള എല്ലാ മൈക്രോ ഓർഗാനിസത്തിനെയും കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിച്ച് കളയുന്ന ഒരു പ്രോസസ്സാണ് എന്ത്? സ്റ്റെറിലൈസേഷൻ. എന്താണ്? കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ആണ്. കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ബാക്ടീരിയൽ സ്പോർസിനെ ഉൾപ്പെടെയാണ് നമ്മളിവിടെ ഡിസ്ട്രോയ് ചെയ്ത് കളയുന്നത്. വെജിറ്റേറ്റീവ് ഫോം മാത്രമല്ല, ബാക്ടീരിയൽ സ്പോർസ്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ടേംസ് കൂടിയുണ്ട്. അതായത് സ്റ്റെറിലിറ്റി അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷനെ റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ടോപ്പിക്സുകൾ അല്ലെങ്കിൽ ഉണ്ട്. അതാണ് ഫസ്റ്റ് വൺ, ആൻറ്റിസെപ്റ്റിക്സ്. എന്താണ്? ആൻറ്റിസെപ്റ്റിക്സ്. നമുക്കറിയാം ആൻറ്റിസെപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ മൈക്രോ ഓർഗാനിസത്തിനെ ഡിസ്ട്രോയ് ചെയ്യാതെ തന്നെ അതിൻ്റെ ആക്ടിവിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്തിനെ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യും. എങ്ങനെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യും? അതിൻ്റെ ആക്ടിവിറ്റി എന്താണോ അതിനെ ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ട് ഉള്ളതാണ് ആൻറ്റിസെപ്റ്റിക്സ്. അതായത് ഇവിടെ നമ്മൾ മൈക്രോ ഓർഗാനിസത്തിനെ ഡിസ്ട്രോയ് ചെയ്യത്തില്ല. പിടികിട്ടിയോ? ദാറ്റ് പ്രിവെൻറ്റ് ദ ഗ്രോത്ത്. എങ്ങനെയാണ് ഗ്രോത്ത് പ്രിവെൻറ്റ് ചെയ്യുന്നത്? ബൈ ഇൻഹിബിറ്റിംഗ് ദെയർ ആക്ടിവിറ്റി. അടുത്തതാണ് ഡിസിൻഫെക്ഷൻ. ഡിസിൻഫെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ബാക്ടീരിയൽ സ്പോർസിനെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യില്ല, പകരം അതിൻ്റെ പൊട്ടൻഷ്യൽ ആക്ഷൻ പൊട്ടൻഷ്യലിനെ മാത്രം റിമൂവ് ചെയ്യും. മനസ്സിലായോ? ഇൻഫെക്ഷൻ പൊട്ടൻഷ്യലിനെ റിമൂവ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ബാക്ടീരിയൽ സ്പോർസിനെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യാറില്ല. മനസ്സിലായോ? സ്റ്റെറിലൈസേഷൻ എന്താണ്? കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് ഓൾ മൈക്രോ ഓർഗാനിസം. ഹിയർ ബാക്ടീരിയൽ സ്പോർസ് ആർ ഓൾസോ ഡിസ്ട്രോയ്ഡ്. And related terms ആണ് first one, antiseptics. Antiseptics എന്ന് പറയുമ്പോൾ they prevent the growth by inhibiting their activity without destroying microorganisms. Next one ആണ് disinfection. Disinfection എന്ന് പറഞ്ഞാൽ is a substance that remove the infection potential. അതിൻ്റെ ഒരു ഇൻഫെക്ഷൻ പൊട്ടൻഷ്യലിനെയാണ് ഇവിടെ റിമൂവ് ചെയ്യുന്നത്. Here bacterial spores are not get destroyed. ഇനി നമ്മൾ കേട്ടിട്ടുള്ള രണ്ട് വാക്കുകളാണ് ബാക്ടീരിയോസൈഡ് ആൻഡ് ബാക്ടീരിയോസ്റ്റാറ്റിക്. ബാക്ടീരിയോസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഏജൻറ്റ്സ് വിച്ച് കിൽ മൈക്രോ ഓർഗാനിസം. സൈഡ് എന്ന് പറഞ്ഞാൽ ദാറ്റ് കിൽസ് ദി മൈക്രോ ഓർഗാനിസം. ഹിയർ സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിവെൻറ്റ് ദ ഗ്രോത്ത്. ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഗ്രോത്തിനെ റിട്ടാർഡ് ചെയ്യുക. അതാണ് സ്റ്റാറ്റിക് എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ സൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ദാറ്റ് കിൽ ദി മൈക്രോ ഓർഗാനിസംസ്. നെക്സ്റ്റ് ടേം ആണ് സ്റ്റെറിലിറ്റി. സ്റ്റെറിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വയബിൾ മൈക്രോ ഓർഗാനിസത്തിൻ്റെ ആബ്സെൻസിൽ വരുമ്പോഴാണ് നമ്മൾ അതിനെ എന്ത് പറയുന്നത്? സ്റ്റെറിലിറ്റി എന്ന് പറഞ്ഞാൽ. സ്റ്റെറിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആബ്സെൻസ് ഓഫ് വയബിൾ മൈക്രോ ഓർഗാനിസം. വയബിൾ എന്ന് പറഞ്ഞാൽ ലിവിങ് ഫോമിലുള്ള ഓർഗാനിസം. അതിൻ്റെ ആബ്സെൻസിൽ വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റെറിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ടേമാണ് വൈറിസൈഡ്. വൈറിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈഡ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഞാൻ പറഞ്ഞു എന്താണ്? കിൽസ് ദ ഓർഗാനിസം ആണ്. അപ്പോൾ ഇവിടെ വൈറിസൈഡ് ആണ്. ദാറ്റ് മീൻസ് കിൽ ദി വൈറസ്. വൈറസസുകളെ കിൽ ചെയ്യാൻ വേണ്ടി, ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വൈറിസൈഡ്. നെക്സ്റ്റ് വൺ ആണ് ജെർമിസൈഡ്. ജെർമിസൈഡ് എന്ന് പറഞ്ഞാൽ പാത്തോജനിക് ബാക്ടീരിയയെ കില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഏജൻ്റ് ആണ് എന്ത്? ജെർമിസൈഡ്. പാത്തോജനിക് ബാക്ടീരിയ. പാത്തോജനിക്
ബാക്ടീരിയ. പാത്തോജനിക് ബാക്ടീരിയയെ കില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഏജൻ്റാണ് ജെർമിസൈഡ്. പാത്തോജനിക് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസീസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ നമ്മൾ വിളിക്കുന്ന പേരാണ് പാത്തോജനിക് ബാക്ടീരിയ. ഡിസീസ് കോസിങ് ബാക്ടീരിയ ആണ് പാത്തോജനിക് ബാക്ടീരിയ. അങ്ങനെയുള്ള ബാക്ടീരിയയുടെ കില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഏജൻ്റാണ് എന്ത്? ജെർമിസൈഡ്. ഓക്കെ, അപ്പം പിടിയിട്ടു എന്തൊക്കെയാണ് സ്റ്റെറിലൈസേഷനെ റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റെറിലിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ടേംസ്. ബാക്ടീരിയ സ്റ്റാറ്റിക് ഉണ്ട് എന്ന് വെച്ചാൽ ദാറ്റ് റിട്ടാർഡ് ദ ഗ്രോത്ത് ഓഫ് മൈക്രോ ഓർഗാനിസം. മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ നമ്മൾ റിട്ടാർഡ് ചെയ്ത് നിർത്തുവാണ്. ദെൻ ബാക്ടീരിയോസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഓർഗാനിസത്തിനെ കംപ്ലീറ്റ് ഡിസ്ട്രോയ് ചെയ്യും അല്ലെങ്കിൽ കില്ല് ചെയ്ത് കളയും. ദെൻ ജെർമിസൈഡ് പാത്തോജനിക് ആയിട്ടുള്ള ബാക്ടീരിയ കില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. പാത്തോജനിക് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസീസ് കോസിങ് ബാക്ടീരിയ ആണ്. ഡിസീസ് ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയ ആണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പാത്തോജനിക് ബാക്ടീരിയ എന്നുള്ളത്. ദെൻ വൈറസൈഡ് എന്ന് പറഞ്ഞാൽ വൈറസസിനെ കില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഏജൻറ്റ്. പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞത്? ആൻറ്റിസെപ്റ്റിക്സ്. ആൻറ്റിസെപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ മൈക്രോ ഓർഗാനിസത്തിനെ നമ്മൾ ഒരിക്കലും ഡെസ്ട്രോയ് ചെയ്യത്തില്ല, പകരം അതിൻ്റെ ഗ്രോത്തിനെ നമ്മളങ്ങ് പ്രതിരോധിച്ച് നിർത്തും, പ്രിവെൻറ്റ് ചെയ്ത് നിർത്തും. എങ്ങനെ? അതിൻ്റെ ആക്ടിവിറ്റിയെ ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ട്. മനസ്സിലായോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ടത് തെർമൽ റെസിസ്റ്റൻസ് ഓഫ് മൈക്രോ ഓർഗാനിസം. ഇവിടെ മെയിൻലി നമ്മൾ 2 പോയിന്റുകളാണ് നോക്കുന്നത്. ഒന്ന് തെർമൽ റിഡക്ഷൻ ടൈമും ഡെസിമൽ റിഡക്ഷൻ ടൈമും. ഓക്കെ, എന്തൊക്കെയാണ്? തെർമൽ ഡെത്ത് ടൈം, ദെൻ ഡെസിമൽ റിഡക്ഷൻ ടൈം. ഡെസിമൽ റിഡക്ഷൻ ടൈമിനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡി വാല്യൂ. എന്താണ്? ഡി വാല്യൂ. തെർമൽ റെസിസ്റ്റൻസ് ഓഫ് മൈക്രോ ഓർഗാനിസം. ഓരോ മൈക്രോ ഓർഗാനിസത്തിനും ഓരോ രീതിയിലായിരിക്കും റെസിസ്റ്റൻസ് പവർ ഉള്ളത്. അപ്പോൾ പല സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ് നമ്മൾ എടുക്കുമ്പോൾ ഓരോ ഓർഗാനിസം ഓരോ രീതിയിൽ റിയാക്ട് ചെയ്യും. ഇപ്പം ബാക്ടീരിയ എടുത്താൽ അതിനൊരു വെജിറ്റേറ്റീവ് ഫോമും ഉണ്ടാകും, അതിൻ്റെ ഒരു സ്പോർട്സ് റീപ്രൊഡക്റ്റീവ് ഫോമും ഉണ്ടാകും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ഏതാണെങ്കിലും ഈ ബാക്ടീരിയൽ സ്പോർട്സ് ആയിരിക്കും അതിനോട് കൂടുതൽ റെസിസ്റ്റീവായിട്ട് നിൽക്കുന്നത്. മനസ്സിലായോ? വെജിറ്റേറ്റീവ് ഫോമിനെക്കാട്ടിലും എപ്പോഴും സ്പോർട്സ് ആയിരിക്കും കൂടുതൽ റെസിസ്റ്റീവായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു തെർമൽ റെസിസ്റ്റൻസ് പവറാണ് നമ്മൾ നോക്കുന്നത്. തെർമൽ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്തായിരിക്കും അവിടെ കൊടുക്കുന്ന സ്ട്രെസ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ്, ഹീറ്റ് ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു തെർമൽ റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. ഒന്ന് തെർമൽ ഡെത്ത് ടൈം. അതായത് ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ ഒരു സ്പെസിഫിക് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ഒരു മൈക്രോ ഓർഗാനിസത്തിൻ്റെ സ്പോർട്സ് ഉൾപ്പെടെ അതിനെ കില്ല് ചെയ്യാൻ എടുക്കുന്ന ടൈം, അതാണ് തെർമൽ ഡെത്ത് ടൈം. മനസ്സിലായോ? അതായത് ഒരു പർട്ടിക്കുലർ ഗിവൺ ടെമ്പറേച്ചറിൽ ഒരു സ്പെസിഫിക് കണ്ടീഷൻ ആയിരിക്കണം. ആ ഒരു ഇതിൽ ബാക്ടീരിയൽ സ്പോർട്സിനെ കില്ല് ചെയ്യാൻ എടുക്കുന്ന ടൈം, അതാണ് ഡെത്ത് ടൈം. പിടികിട്ടിയോ? ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഡെസിമൽ റിഡക്ഷൻ ടൈം. എന്ന് പറഞ്ഞാൽ വയബിൾ ഫോം അല്ലെങ്കിൽ ലിവിങ് ഫോമിലുള്ള മൈക്രോ ഓർഗാനിസത്തിൻ്റെ നമ്പർ 90% ആയിട്ട് റെഡ്യൂസ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് ഡെസിമൽ റിഡക്ഷൻ ടൈം. അതായത് നമ്പർ ഓഫ് വയബിൾ ഓർഗാനിസംസ് റെഡ്യൂസ്ഡ് ടു 90%. ഈ 90% ആയിട്ട് ഈ വയബിൾ ഓർഗാനിസത്തിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ എടുക്കുന്നതാണ് ഡെസിമൽ റിഡക്ഷൻ ടൈം അഥവാ ഡി വാല്യൂ. തെർമൽ ഡെത്ത് ടൈം മനസ്സിലായോ? ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ സ്പെസിഫിക് കണ്ടീഷനിൽ ബാക്ടീരിയൽ സ്പോർട്സ് ഉൾപ്പെടെ ആ മൈക്രോ ഓർഗാനിസത്തിനെ മൊത്തത്തിൽ നമുക്ക് കില്ല് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് തെർമൽ ഡെത്ത് ടൈം. മനസ്സിലായോ തെർമൽ റെസിസ്റ്റൻസ് എന്താണെന്ന്? മെയിൻലി 2 പോയിന്റാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. തെർമൽ ഡെത്ത് ടൈമും ഡെസിമൽ റിഡക്ഷൻ ടൈമും. ഓക്കെ, ഇത്രയും പിടി കിട്ടിയോ? എന്താണ് സ്റ്റെറിലൈസേഷൻ, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പോയിന്റ്സ്, ദെൻ തെർമൽ റെസിസ്റ്റൻസ്. ഓക്കെ, അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്കാണ് മെത്തേഡ്സ് ഓഫ് സ്റ്റെറിലൈസേഷൻ. സ്റ്റെറിലൈസേഷനകത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് മെത്തേഡ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ അടുത്ത് നോക്കുന്നത്. ഏതൊക്കെയാണ് മെത്തേഡ്സ്?
മെയിൻലി മെത്തേഡ്സ് ഓഫ് സ്റ്റെറിലൈസേഷൻ മൂന്നായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? മൂന്നായിട്ടാണ്. ഫസ്റ്റ് വൺ ഫിസിക്കൽ സ്റ്റെറിലൈസേഷൻ, ദെൻ കെമിക്കൽ സ്റ്റെറിലൈസേഷൻ ആൻഡ് ലാസ്റ്റ് വൺ മെക്കാനിക്കൽ മെത്തേഡ്സ്. ഏതൊക്കെയാണ്? ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് മെക്കാനിക്കൽ മെത്തേഡ്സ്. ഹിയർ ഫിസിക്കൽ മെത്തേഡിനെ വീണ്ടും നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആണ് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്, ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്, മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്, ദെൻ റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ മെത്തേഡ്. ഏതൊക്കെയാണ്? ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്, മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ആൻഡ് radiation sterilization. Here radiation again classified by sterilization by UV light and ionizing radiation. ഏതൊക്കെയാണെന്ന് പിടികിട്ടിയോ? ഫിസിക്കലിനകത്ത് വരുന്നതാണ് ഒന്ന് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ, മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ആൻഡ് റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ. റേഡിയേഷൻ തന്നെ രണ്ടെണ്ണം ഉണ്ട്, യു വി ലൈറ്റും അയണൈസിങ് റേഡിയേഷനും. ഇനി കെമിക്കലിനകത്ത് വരുന്നത് ഏതൊക്കെയാണ്? ബൈ യൂസിങ് ബാക്ടീരിയോസൈഡ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ബാക്ടീരിയോസൈഡ് എന്താണ്. ബാക്ടീരിയോസൈഡ് ഏജൻറ്റ് വെച്ചിട്ട് ചെയ്യുന്ന സ്റ്റെറിലൈസേഷനും ഉണ്ട്, അതുപോലെ തന്നെ ഗേഷ്യസ് സ്റ്റെറിലൈസേഷനും ഉണ്ട്. മനസ്സിലായോ? ഗേഷ്യസ് സ്റ്റെറിലൈസേഷനകത്ത് നമ്മൾ നോർമലി ഫോമാൽഡിഹൈഡ്, എത്തിലീൻ ഓക്സൈഡ് ഇതുപോലെയുള്ള ഗ്യാസസ് വെച്ചിട്ടായിരിക്കും സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. മെക്കാനിക്കൽ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത് ത്രൂ ഫിൽറ്റേഴ്സ്. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഫിൽറ്റേഴ്സ് പഠിച്ചിട്ടുണ്ട്. ആ ഫിൽറ്റേഴ്സ് വെച്ചിട്ട് ചെയ്യുന്ന സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ് മെക്കാനിക്കൽ സ്റ്റെറിലൈസേഷൻ. ഇവിടെ വരുന്ന ഫിൽറ്റേഴ്സ് ആണ് ഫസ്റ്റ് വൺ സീഡ്സ് ഫിൽറ്റർ, മെംബ്രെയിൻ ഫിൽറ്റർ, ദെൻ സെറാമിക് ഫിൽറ്റർ, സിൻഡേർഡ് ഗ്ലാസ് ഓർ മെറ്റൽ. ഏതൊക്കെയാണ്? സീഡ്സ് ഫിൽറ്റർ, മെംബ്രെയിൻ ഫിൽറ്റർ, സെറാമിക് ഫിൽറ്റേർഡ് ആൻഡ് സിൻഡേർഡ് ഗ്ലാസ് ഫിൽറ്ററും ഉണ്ട്, സിൻഡേർഡ് മെറ്റൽ ഫിൽറ്ററും ഉണ്ട്. അപ്പോൾ മെത്തേഡ്സ് മനസ്സിലായോ? മെത്തേഡ്സ് ഓഫ് സ്റ്റെറിലൈസേഷൻ മെയിൻ ക്ലാസിഫിക്കേഷൻസ് ആണ് ഫിസിക്കൽ, കെമിക്കൽ ആൻഡ് മെക്കാനിക്കൽ മെത്തേഡ്. ഫിസിക്കലിനകത്ത് വരുന്നത് ആരൊക്കെയാണ്? ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ, മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ആൻഡ് റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ. കെമിക്കലിനകത്ത് വരുന്നത് ബാക്ടീരിയസൈഡും ഗേഷ്യസ് സ്റ്റെറിലൈസേഷനും. മെക്കാനിക്കലിനകത്ത് ആരൊക്കെയാണ്? സീഡ്സ് ഫിൽറ്റർ, മെംബ്രെയിൻ ഫിൽറ്റർ, സെറാമിക് ഫിൽറ്റർ ആൻഡ് സിൻഡേർഡ് ഗ്ലാസ് ഓർ മെറ്റൽ ഫിൽറ്റേഴ്സ്. മെയിൻലി ഫിൽറ്റേഴ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? മെക്കാനിക്കൽ മെത്തേഡ്സ് ചെയ്യുന്നത്. ഇനി ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ പറയുവാണെങ്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ഹോട്ട് എയർ ഓവൻ. ഏതാണ്? ഹോട്ട് എയർ ഓവൻ. മോയിസ്റ്റ് ഹീറ്റിനകത്ത് വരുന്ന എക്യുപ്മെൻ്റ് ഏതാണ്? ഓട്ടോക്ലേവ്. പിടികിട്ടിയോ? ഹോട്ട് എയർ ഓവൻ യൂസ് ചെയ്ത് നമ്മൾ ചെയ്യുന്നത് എപ്പോഴും ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡും, ഓട്ടോക്ലേവ് യൂസ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡുമാണ്. ഇനി നമുക്കിത് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷനും മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷനും ഫിസിക്കൽ മെത്തേഡ്സിൽ വരുന്നതാണ് ഡ്രൈ ഹീറ്റും മോയിസ്റ്റ് ഹീറ്റും. ഫസ്റ്റ് വൺ ഡ്രൈ ഹീറ്റ് നോക്കാം. രണ്ടും എന്താണ്? ഫിസിക്കൽ മെത്തേഡ്സ് തന്നെ ആണ്, രണ്ടും ഫിസിക്കൽ മെത്തേഡാണ്. ഡ്രൈ ഹീറ്റിനകത്താവുമ്പോഴത്തേക്കും നമ്മൾ നോർമലി ഇതിൻ്റെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ ഓഫ് സെൽ കോൺസ്റ്റിറ്റ്യുവൻറ്റ് അല്ലെങ്കിൽ ഓക്സിഡേഷൻ ഓഫ് ബാക്ടീരിയൽ പ്രോട്ടീൻസ്, അതായിരിക്കും ഇതിൻ്റെ മെക്കാനിസം. ഓക്സിഡേഷൻ ഓഫ് സെൽ കോൺസ്റ്റിറ്റ്യുവൻസ്. ബട്ട് മോയിസ്റ്റ് ഹീറ്റിനകത്ത് വരുമ്പോഴത്തേക്കും അവിടുത്തെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ബാക്ടീരിയൽ സ്പോർസ് ഉൾപ്പെടെ ഡിസ്ട്രോയ് ചെയ്തതെന്ന് വെച്ചാൽ അവിടെ കൊയാഗുലേഷൻ അല്ലെങ്കിൽ ഡീനേച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ ആയിരിക്കും സംഭവിക്കുന്നത്. എന്താണ്? കൊയാഗുലേഷൻ ഓർ ഡീനേച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻസ്. മനസ്സിലായോ? രണ്ടും ഫിസിക്കൽ മെത്തേഡാണ്, പക്ഷെ രണ്ടിനും രണ്ട് മെക്കാനിസം ആയിരിക്കും. ഡ്രൈ ഹീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വെജിറ്റേറ്റീവ് ഫോമും നശിക്കണം, പിന്നെ അതിനൊപ്പം തന്നെ ബാക്ടീരിയൽ സ്പോർസും ഡെസ്ട്രോയ് ചെയ്യണം, അല്ലേ? അപ്പോൾ ഇവിടെ നടക്കുന്നത് നമ്മൾ ഡ്രൈ ഹീറ്റ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും എന്താ ചെയ്യുന്നത്? നമ്മുടെ ബാക്ടീരിയയുടെ
അതിനകത്തേക്ക് ഡ്രൈ ഹീറ്റ് നന്നായിട്ട് പെനിട്രേറ്റ് ചെയ്ത് ഇറങ്ങി അതിൻ്റെ സെൽ കോൺസ്റ്റിറ്റ്യൂവൻറ്റിന് ഓക്സിഡേഷൻ നടത്തും. അപ്പോൾ അതവിടെ ഡാമേജ്ഡായി നശിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതായത് ഹൈ ടെമ്പറേച്ചറിലായിരിക്കും നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്, ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. അതിൻ്റെ മെയിൻ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 160 ഡിഗ്രി സെൽഷ്യസ് ഫോർ 2 hours. എന്താണ് ഇതിൻ്റെ ടൈം? 2 hours കൊടുക്കുന്ന ടെമ്പറേച്ചർ എത്രയാണ്? 160 ഡിഗ്രി സെൽഷ്യസ് ആണ്. അത്രയും ഹൈ ടെമ്പറേച്ചറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫിസിക്കൽ മെത്തേഡാണ്. മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ ഓഫ് സെൽ കോൺസ്റ്റിറ്റ്യുവൻസ് ആണ്. അതിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 160 ഡിഗ്രി ഫോർ 2 hours ആണ്. ഇനി നമ്മൾ മോയിസ്റ്റ് ഹീറ്റിലേക്ക് പോയാൽ അതും ഒരു ഫിസിക്കൽ മെത്തേഡാണ്. പക്ഷേ മോയിസ്റ്റ് ഹീറ്റ് ആകുമ്പോൾ അവിടെ എന്തായിരിക്കും നമ്മൾ കൊടുക്കുന്നത്, സ്റ്റീം ആയിരിക്കും നോർമലി കൊടുക്കുന്നത്. എന്തായിരിക്കും? സ്റ്റീം ആയിരിക്കും. സ്റ്റീം ആകുമ്പോഴത്തേക്കും ഡ്രൈ ഹീറ്റിനെക്കാട്ടിലും വളരെ എഫിഷ്യൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇതിനെക്കാട്ടിലും നന്നായിട്ട് ബാക്ടീരിയൽ സ്പോർട്സിനകത്തേക്ക് പെനിട്രേറ്റ് ചെയ്ത് പോകാനുള്ള കഴിവ് ആർക്കുണ്ട്? ഈ സ്റ്റീമിനുണ്ട്, മോയിസ്റ്റ് ഹീറ്റിനുണ്ട്. അപ്പോൾ അത് പെനിട്രേറ്റ് ചെയ്ത് പോകുമ്പോൾ എന്ത് സംഭവിക്കും? അവിടെ ബാക്ടീരിയൽ സെൽസിന് കൊയാഗുലേഷൻ സംഭവിക്കും അല്ലെങ്കിൽ ഡീനേച്ചുറേഷൻ സംഭവിക്കും. ഓൾറെഡി ഡീനേച്ചുറേഷൻ പഠിച്ചിട്ടില്ലേ? ഡീനേച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്രോട്ടീന് ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ഷേപ്പ് ഉണ്ട് അല്ലേ? ആ ഷേപ്പിൽ ഒരു ചേഞ്ചസ് വരും, ഓൾട്രേഷൻ വരുന്നു. ഓൾട്രേഷൻ വരുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? അതിൻ്റെ നോർമൽ ഫങ്ഷൻസ് ഒക്കെ നടക്കാതെ വരും, സെല്ലുലാർ ഫങ്ഷൻസ് നടക്കാതെ വരും. ഇപ്പോൾ പ്രോട്ടീനിന് നമുക്കറിയാം പ്രൈമറി സ്ട്രക്ചർ ഉണ്ട്, സെക്കൻഡറി സ്ട്രക്ചർ ഉണ്ട്, ടേർഷറി സ്ട്രക്ചർ ഒക്കെ ഉണ്ട്. ഇവിടെ ടേർഷറി സെക്കൻഡറി സ്ട്രക്ചേഴ്സിനാണ് എന്ത് സംഭവിക്കുന്നത്? ഓൾട്രേഷൻ വരുന്നത്. എക്സ്റ്റേണൽ സ്ട്രെസ്, ഹീറ്റൊക്കെ പോലെയുള്ളത് കിട്ടുമ്പോൾ സെക്കൻഡറി ടേർഷറി സ്ട്രക്ചറിന് ചേഞ്ച് ഉണ്ടാകും. പക്ഷേ പ്രൈമറി സ്ട്രക്ചറിൻ്റെ ഇടയ്ക്കുള്ള പെപ്റ്റൈഡ് ബോൺസ് അതുപോലെ തന്നെ നിലനിൽക്കുകയും ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഓൾറെഡി ഈ രണ്ട് സ്ട്രക്ചറിന് ചേഞ്ച് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഫങ്ഷൻസ് എല്ലാം തന്നെ ഓൾട്ടർ ചെയ്യും. അതാണ് ഡീനേച്ചുറേഷൻ. മനസ്സിലായോ? അപ്പോൾ ഇവിടുത്തെ മെക്കാനിസം ഇത്രയും ഓർക്കുക, കൊയാഗുലേഷൻ ഓർ ഡീനേച്ചുറേഷൻ ഓഫ് സെല്ലുലാർ പ്രോട്ടീൻസ്. ഡ്രൈ ഹീറ്റ് വരുമ്പോൾ എന്താണ്? ഓക്സിഡേഷൻ ഓഫ് സെൽ കോൺസ്റ്റിറ്റ്യുവൻസ്. ഈ രണ്ട് മെക്കാനിസം. ഓക്കെ, ഇനി മോയിസ്റ്റ് ഹീറ്റിനകത്ത് വരുമ്പോഴത്തേക്കും ടെമ്പറേച്ചർ പറയുന്നത് എത്രയാണെന്ന് അറിയാമോ? ലെസ് ദാൻ ഡ്രൈ ഹീറ്റ് ആയിരിക്കും. ഡ്രൈ ഹീറ്റിനെക്കാട്ടിലും കുറവായിരിക്കും. അതായത് 115 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 minutes അല്ലെങ്കിൽ 121 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 minutes. കണ്ടോ? ഡ്രൈ ഹീറ്റിനെക്കാട്ടിലും വളരെ കുറച്ച് ടൈമും കുറച്ച് ടെമ്പറേച്ചറും മതി മോയിസ്റ്റ് ഹീറ്റിന്. അതുകൊണ്ടാണ് പറഞ്ഞത് ഡ്രൈ ഹീറ്റിനെക്കാട്ടിലും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ് എന്ത്? മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്. പിടികിട്ടിയോ ഡിഫറൻസ്? രണ്ടും ഫിസിക്കൽ മെത്തേഡ്. ഒന്നിൽ ഡ്രൈ ഹീറ്റ് കൊടുക്കും, ഒന്നിൽ സ്റ്റീം മോയിസ്റ്റ് ഹീറ്റ് കൊടുക്കും. ഇവിടെ ഡ്രൈ ഹീറ്റിൻ്റെ മെക്കാനിസം ഓക്സിഡേഷൻ ഓഫ് സെൽ കോൺസ്റ്റിറ്റ്യുവൻറ്റ്, ഇവിടെയോ കൊയാഗുലേഷൻ അല്ലെങ്കിൽ ഡീനേച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻസ്. ഡ്രൈ ഹീറ്റ് ആകുമ്പോഴത്തേക്കും ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 160 ഡിഗ്രി സെൽഷ്യസ് കൊടുക്കണം ഫോർ 2 hours. പക്ഷേ മോയിസ്റ്റ് ഹീറ്റിൽ എത്ര മതി? 115 ഡിഗ്രി കൊടുത്താൽ ഫോർ 30 minutes ഓർ 121 ഡിഗ്രി ഫോർ 15 minutes. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. ഓക്കെ, ഇനി ഇത് രണ്ടിലും യൂസ് ചെയ്യുന്ന എന്തൊക്കെയാണ് നമുക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ഈ രണ്ട് മെത്തേഡ് ഉപയോഗിച്ചിട്ട് എന്തൊക്കെയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഡ്രൈ ഹീറ്റ് ഉപയോഗിച്ചിട്ട് നോർമലി നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ ഗ്ലാസ് അപ്പാരറ്റസ് ആയിരിക്കും, ഗ്ലാസ് വെയേഴ്സ്. ഏതൊക്കെയാണ്? ഗ്ലാസ് വെയേഴ്സിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ള മോർട്ടർ ആൻഡ് പെസൽ, പെട്രി ഡിഷ്, ബീക്കർ, ഫ്ലാസ്ക്, പിപ്പറ്റ്സ്, ദെൻ ഗ്ലാസ് സിറിഞ്ചസ്. ഇതൊക്കെയാണ് ഗ്ലാസ് വെയേഴ്സ് ആണ് നോർമലി നമ്മൾ ഡ്രൈ ഹീറ്റിനകത്ത് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിൽ തന്നെ മോർട്ടർ ആൻഡ് പെസൽ, ഗ്ലാസ് ടൈപ്പ് ആയിട്ടുള്ള മോർട്ടർ ആൻഡ് പെസൽ, ദെൻ പെട്രി ഡിഷ്, ബീക്കർ, ഫ്ലാസ്ക്, പിപ്പറ്റ്, ഗ്ലാസ് സിറിഞ്ചസ്. അതുപോലെ തന്നെ ചില പൗഡേഴ്സിനെയും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് വഴി സ്റ്റെറിലൈസ് ചെയ്യാറുണ്ട്. പൗഡേഴ്സിൽ തന്നെ ഡ്രഗ്സ് എടുക്കുകയാണെങ്കിൽ മെയിൻലി
സൾഫാസെറ്റമൈഡും സൾഫാഡയസിൻ. ഏതാണ്? സൾഫാസെറ്റമൈഡ്, സൾഫാഡയസിൻ. പിന്നെയുള്ള പൗഡേഴ്സാണ് ടാൽക്ക്, കയോളിൻ, സിങ്ക് ഓക്സൈഡ്. ഇങ്ങനെയുള്ള പൗഡേഴ്സും നമ്മൾ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് വഴിയായിരിക്കും സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ഗ്ലാസ് വെയേഴ്സ് ഉണ്ട്, ദെൻ മോട്ടർ ആൻഡ് പെസൽ ഉണ്ട്, പെട്രി ഡിഷ്, ബീക്കർ, ഫ്ലാസ്ക്, പിപ്പറ്റ്, ഗ്ലാസ് സിറിഞ്ച്, ഇതുപോലെയുള്ള എല്ലാ ഗ്ലാസ് വെയേഴ്സും. അതുകൂടാതെ പൗഡേഴ്സിൽ തന്നെ ഡ്രഗ്സിൽ വരുന്നതാണ് സൾഫാസെറ്റമൈഡ് പൗഡറും സൾഫാഡയസിൻ. ഇത് നമുക്കറിയാം ആൻറ്റി മൈക്രോബിയൽ ഏജൻസ് ആണ് അല്ലേ. അതുപോലെ തന്നെ ടാൽക്ക്, കയോളിൻ ഇങ്ങനെയുള്ള പൗഡേഴ്സും നമ്മൾ ഡ്രൈ ഹീറ്റ് വഴി സ്റ്റെറിലൈസ് ചെയ്യും. പിന്നെ സ്റ്റെറിലൈസ് ചെയ്യുന്നതാണ് ഇഞ്ചെക്ഷൻസ്. ഇഞ്ചെക്ഷൻസിൽ തന്നെ ഫിക്സഡ് ഓയിൽ, വെഹിക്കിൾ അല്ലെങ്കിൽ സോൾവെൻ്റ് ആയിട്ട് വരുന്ന ഇഞ്ചെക്ഷൻസ് ആയിരിക്കും നമ്മൾ നോർമലി സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഏതാണ്? ഇഞ്ചെക്ഷൻസിൽ തന്നെ നമ്മുടെ ഫിക്സഡ് ഓയിൽ ഏതൊക്കെയാണ്? കാസ്റ്റർ ഓയിൽ, അരാക്കിസ് ഓയിൽ, ആൽമണ്ട് ഓയിൽ, ഇതുപോലെയുള്ളത് വെഹിക്കിൾ അല്ലെങ്കിൽ സോൾവെൻ്റ് ആയിട്ട് വരുന്ന ഇഞ്ചെക്ഷൻസും നമ്മൾ ഡ്രൈ ഹീറ്റ് മെത്തേഡ് വഴി സ്റ്റെറിലൈസ് ചെയ്യും. പിടികിട്ടിയോ? ഓക്കെ. ദെൻ ചില കേസസിൽ ഓയിൻമെൻറ്റ് ട്യൂബും നമ്മൾ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് വഴിയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ് പിടികിട്ടിയോ? ഗ്ലാസ് വെയേഴ്സ് ഉണ്ട്, മോട്ടർ ആൻഡ് പെസൽസ് ഉണ്ട്, ദെൻ പെട്രി ഡിഷ്, ബീക്കർ, ഫ്ലാസ്ക്, പിപ്പറ്റ് ഇതുപോലെയുള്ള എല്ലാ ഗ്ലാസ് വെയേഴ്സും, ദെൻ പൗഡേഴ്സ് സച്ച് ആസ് സൾഫാസെറ്റമൈഡ്, സൾഫാഡയസിൻ, ടാൽക്ക് ഓർ കയോളിൻ, ദെൻ ഇഞ്ചെക്ഷൻസ് വെയർ ഫിക്സഡ് ഓയിൽസ് ആസ് വെഹിക്കിൾ, ദെൻ ഓയിൻമെൻറ്റ് ട്യൂബ്, ദെൻ സ്കാൽപ്പൽസ്, സിസേഴ്സ്, ബ്ലേഡ്സ് ഇതുപോലുള്ളതും എല്ലാം നമ്മൾ എന്ത് വഴിയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്? ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷനാണ്. എപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യൻസിനകത്ത് ഓരോന്ന് എടുത്ത് പ്രത്യേകം ചോദിക്കാം. ഇപ്പോൾ സൾഫാസെറ്റമൈഡ് ക്യാൻ ബി സ്റ്റെറിലൈസ്ഡ് ബൈ എന്നുള്ള ക്വസ്റ്റ്യൻ കാണും. അതിൽ ഡ്രൈ ഹീറ്റ്, മോയിസ്റ്റ് ഹീറ്റ്, റേഡിയേഷൻ ഇങ്ങനെയായിരിക്കും ഓപ്ഷൻസ്. അപ്പോൾ എപ്പോഴും ഓർക്കുക, ഓരോന്നിലും ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നതെന്നുള്ളത് നല്ല വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. പിടികിട്ടിയോ? ഓക്കെ. ഇവിടെ പറഞ്ഞത് ഗ്ലാസ് വെയേഴ്സും പൗഡേഴ്സും ഇഞ്ചെക്ഷൻസ് തന്നെ എങ്ങനെയാണ്? ഫിക്സഡ് ഓയിൽ വെഹിക്കിൾസ് വരുന്നത് മാത്രമാണ് നമ്മളിവിടെ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. പിടികിട്ടിയോ? ഓക്കെ. ഇനി മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ സ്റ്റീമാണ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത് IV ഫ്ലൂയിഡ്സ് ആയിരിക്കും. ഏതാണ്? IV ഫ്ലൂയിഡ്സ്. പിന്നെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നതാണ് സർജിക്കൽ ഡ്രസ്സിങ്സ്. ഏതാണ്? സർജിക്കൽ ഡ്രസ്സിങ്സ്. മനസ്സിലായോ? IV ഫ്ലൂയിഡ്സും സർജിക്കൽ ഡ്രസ്സിങ്സും ദെൻ സർജിക്കൽ ഇൻസ്ട്രുമെൻസും. പിന്നെ നമ്മൾ യൂസ് ചെയ്യും പ്ലാസ്റ്റിക് എക്യുപ്മെൻറ്റ്സ്. പ്ലാസ്റ്റിക് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് അല്ലെങ്കിൽ പാർട്സ്, അതിൻ്റെ പാർട്സ്. അതിന് എക്സാമ്പിളാണ് നൈലോൺ, PVC പോലെയുള്ളത്. ഇതിൻ്റെയൊക്കെ പാർട്സും അതുപോലെ തന്നെ ആ പ്ലാസ്റ്റിക് എക്യുപ്മെൻറ്റ്സും ഒക്കെ നമ്മൾ ഏതാണ്? മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് വഴിയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. മെയിൻലി ഏതാണ്? IV ഫ്ലൂയിഡും സർജിക്കൽ ഡ്രസ്സിങ്സും സർജിക്കൽ ഇൻസ്ട്രുമെൻസും പ്ലാസ്റ്റിക് എക്യുപ്മെൻറ്റ്സും. പിടികിട്ടിയോ? ഓക്കെ. ഇനി ഇതിൻ്റെ ഡ്രൈ ഹീറ്റ് വഴി നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് ഓൾറെഡി പറഞ്ഞു. ഏതാണ്? ഹോട്ട് എയർ ഓവനാണ് യൂസ് ചെയ്യുന്നത്. ഹോട്ട് എയർ ഓവൻ്റെ ടെമ്പറേച്ചർ എത്രയാണ് പറഞ്ഞത്? 160 ഡിഗ്രി സെൽഷ്യസ് ഫോർ 2 hours. മോയിസ്റ്റ് ഹീറ്റിനകത്ത് വരുമ്പോഴത്തേക്കും മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഓട്ടോക്ലേവ് ആണ്. ഏതാണ്? ഓട്ടോക്ലേവ്. ഓട്ടോക്ലേവ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പ്രഷർ ഗേജ് വെച്ചിട്ടുള്ള ഒരു എക്യുപ്മെൻ്റ് ആണ്. ഈ ഓട്ടോക്ലേവിൻ്റെ ടെമ്പറേച്ചറാണ് ഞാൻ പറഞ്ഞത് 121 ഡിഗ്രി ഫോർ 15 minutes, അല്ലെങ്കിൽ 115 ഡിഗ്രി സെൽഷ്യസ് കൊടുത്താൽ ഫോർ 30 minutes. ഈ ഓട്ടോക്ലേവ് വഴി നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നതാണ് സർജിക്കൽ ഡ്രസ്സിങ്സ്, സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ദെൻ പ്ലാസ്റ്റിക് എക്യുപ്മെൻറ്റ്സ്, IV ഫ്ലൂയിഡ്സ് ഒക്കെ. ഇനി ഈ മോയിസ്റ്റ് ഹീറ്റിനകത്ത് വരുന്ന വേറെ 3 മെത്തേഡ് കൂടിയുണ്ട്. ഒന്ന് ടിൻഡലൈസേഷൻ, 2 പാസ്ചറൈസേഷൻ, ദെൻ വാക്സിൻ സ്റ്റെറിലൈസേഷൻ. ഏതൊക്കെയാണ്? ടിൻഡലൈസേഷൻ, ദെൻ പാസ്ചറൈസേഷൻ ആൻഡ് വാക്സിൻ സ്റ്റെറിലൈസേഷൻസ്. മോയിസ്റ്റ് ഹീറ്റിനകത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞു സ്റ്റീം ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 121 ഡിഗ്രി 15 minutes ആണ്. അതിൻ്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ 15 lbs per inch square. എന്താണ്? 15 lbs per
ഇഞ്ച് സ്ക്വയർ. അല്ലെങ്കിൽ 115 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ കൊടുത്താൽ 30 മിനിറ്റ് ആണ്. അതിൻ്റെ പ്രഷർ എന്ന് പറഞ്ഞാൽ 10 lbs per ഇഞ്ച് സ്ക്വയർ ആണ്. ഇത് നിങ്ങൾ ഓർത്തിരിക്കണം. മനസ്സിലായോ? ഈ ഒരു പ്രഷറും ടെമ്പറേച്ചറും എപ്പോഴും നമ്മുടെ MCQനകത്ത് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ മെയിൻലി നമ്മൾ വരുന്നതാണ് ഓട്ടോക്ലേവ്. ഇനിയുള്ള 3 എണ്ണമാണ് ടിൻഡലൈസേഷൻ, പാസ്ചറൈസേഷൻ, then sterilization of vaccines. ഫസ്റ്റ് വൺ ആണ് ടിൻഡലൈസേഷൻ. ടിൻഡലൈസേഷനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫ്രാക്ഷണൽ സ്റ്റെറിലൈസേഷൻ. എന്താണ്? ഫ്രാക്ഷണൽ സ്റ്റെറിലൈസേഷൻ. പാസ്ചറൈസേഷനെ വിളിക്കുന്നതാണ് പാർഷ്യൽ സ്റ്റെറിലൈസേഷൻ. ടിൻഡലൈസേഷനെ വിളിക്കുന്ന പേരാണ് ഫ്രാക്ഷണൽ സ്റ്റെറിലൈസേഷൻ. ദെൻ പാസ്ചറൈസേഷനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പാർഷ്യൽ സ്റ്റെറിലൈസേഷൻ. ടിൻഡലൈസേഷൻ്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 80 ഡിഗ്രി സെൽഷ്യസ് ഫോർ 1 hour ഓഫ് 3 successive days. ടിൻഡലൈസേഷൻ എന്ന് പറഞ്ഞാൽ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡിൽ വരുന്ന ഒരു മെത്തേഡാണ്. അതിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫ്രാക്ഷണൽ സ്റ്റെറിലൈസേഷൻ. ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ ആണ് 80 ഡിഗ്രി ഫോർ 1 hour ഫോർ 3 successive days. 3 successive ഡേയ്സിലായിരിക്കും നമ്മൾ ടിൻഡലൈസേഷൻ എന്ന് പറഞ്ഞ സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ചെയ്യുന്നത്. ഇനി ഈ ടിൻഡലൈസേഷൻ മെത്തേഡ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് എന്തിനാണ്? നമ്മുടെ കൾച്ചർ മീഡിയ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയാണ്. മൈക്രോ ഓർഗാനിസംസ് വളരുന്ന മീഡിയത്തിനെയാണ് നമ്മൾ കൾച്ചർ മീഡിയ എന്ന് പറയുന്നത്. ആ കൾച്ചർ മീഡിയയെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ടിൻഡലൈസേഷൻ മെത്തേഡ് സെലക്ട് ചെയ്യുന്നത്. ഇവിടെ കൊടുക്കുന്ന ടെമ്പറേച്ചർ 80 ഡിഗ്രി ഫോർ 1 hour ഓഫ് 3 successive days. ഇനി പാസ്ചറൈസേഷൻ മെത്തേഡ് എടുത്താലോ? പാർഷ്യൽ സ്റ്റെറിലൈസേഷൻ ആണ്. മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് മിൽക്കിൻ്റെ സ്റ്റെറിലൈസേഷന് വേണ്ടിയാണ് പാസ്ചറൈസേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇവിടെ 2 മെത്തേഡ് ഉണ്ട്, ഹോൾഡർ മെത്തേഡും ഫ്ലാഷ് മെത്തേഡും. ഏതൊക്കെയാണ്? ഹോൾഡർ മെത്തേഡും ഫ്ലാഷ് മെത്തേഡും. മനസ്സിലായോ? ഹോൾഡർ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ 62.8 ഡിഗ്രി സെൽഷ്യസ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് 71.6 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 seconds. ഇവിടെ 30 minutes. പിടികിട്ടിയോ? ഹോൾഡർ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ പാർഷ്യൽ സ്റ്റെറിലൈസേഷൻ ചെയ്താൽ അവിടെ കൊടുക്കുന്ന ടെമ്പറേച്ചർ ആണ് 62.8 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 minutes. 30 മിനിറ്റ് ഈ ഒരു ടെമ്പറേച്ചറിൽ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യും. പക്ഷേ ഫ്ലാഷ് മെത്തേഡ് എടുത്താലോ? ജസ്റ്റ് 15 seconds മതി. ഫ്ലാഷ് ആണ് അവിടെ കൊടുക്കുന്നത്. ടെമ്പറേച്ചർ 71.6 ഡിഗ്രി സെൽഷ്യസ്. ഇനി വരുന്നതാണ് സ്റ്റെറിലൈസേഷൻ ഓഫ് വാക്സിൻ. ഇതെന്തിനായിരിക്കും? വാക്സിൻസിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ നമ്മൾ കൊടുക്കുന്നത് 55 to 60 ഡിഗ്രി ടെമ്പറേച്ചർ ആണ്. എത്രയാണ്? 55 to 60 ഡിഗ്രി ടെമ്പറേച്ചർ. മനസ്സിലായി 3 മെത്തേഡ്? മോയിസ്റ്റ് ഹീറ്റിനകത്ത് ഫസ്റ്റ് നമ്മൾ ഓട്ടോക്ലേവ് പറഞ്ഞു. അതിൻ്റെ ടെമ്പറേച്ചർ ആണ് 121 ഡിഗ്രി 15 മിനിറ്റ്. പ്രഷർ എത്രയാണ്? 15 lbs per inch square. ദെൻ 115 ഡിഗ്രി കൊടുക്കുവാണെങ്കിൽ ടൈം മാറും 30 മിനിറ്റ്. പ്രഷറും മാറി 10 lbs. ഇനി ഇതിൽ വരുന്ന ബാക്കി 3 മെത്തേഡാണ് ടിൻഡലൈസേഷൻ, പാസ്ചറൈസേഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ ഓഫ് വാക്സിൻസ്. ടിൻഡലൈസേഷൻ ആണ് ഫ്രാക്ഷണൽ സ്റ്റെറിലൈസേഷൻ, 80 ഡിഗ്രി ഫോർ 1 hour ഓഫ് 3 successive days. പാർഷ്യൽ എന്ന് പറയുമ്പോൾ ഹോൾഡർ മെത്തേഡും ഫ്ലാഷും ഉണ്ട്. ഹോൾഡറിൻ്റെ ടെമ്പറേച്ചർ ആണ് 62.8 ഡിഗ്രി ഫോർ 30 മിനിറ്റ്. ഫ്ലാഷ് ആണ് 71.6 ഡിഗ്രി ഫോർ 15 seconds. ദെൻ സ്റ്റെറിലൈസേഷൻ ഓഫ് വാക്സിൻ. എന്തിനെ സ്റ്റെറിലൈസ് ചെയ്യാനാണ്? വാക്സിൻസിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ. അതിൻ്റെ ടെമ്പറേച്ചർ ആണ് 55 to 60 ഡിഗ്രി. ടിൻഡലൈസേഷൻ എന്തിനെ സ്റ്റെറിലൈസ് ചെയ്യുന്നതാണ്? യൂസിങ് കൾച്ചർ മീഡിയ. പാസ്ചറൈസേഷൻ എന്തിനെ സ്റ്റെറിലൈസ് ചെയ്യാനാണ്? സ്റ്റെറിലൈസേഷൻ ഫോർ മിൽക്ക്. ഓട്ടോക്ലേവ് സ്റ്റെറിലൈസ് ചെയ്യുന്നത് എന്തിനാണ്? ഫോർ സർജിക്കൽ ഡ്രസ്സിങ്സ് അല്ലെങ്കിൽ സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ദെൻ equipments of plastic or rubbers and parts such as PVC and nylon.
ദെൻ IV ഫ്ലൂയിഡ്സ്. മോസ്റ്റ് ഓഫ് ദി ഇഞ്ചക്ഷൻസും നമ്മൾ എങ്ങനെയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്? ഓട്ടോക്ലേവ് വഴിയായിരിക്കും. ഒഫീഷ്യൽ ഇഞ്ചക്ഷൻ തന്നെ കൂടുതലും ഓട്ടോക്ലേവ് വഴിയായിരിക്കും നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. മെത്തേഡ്സ് പിടിയിട്ടു. മോയിസ്റ്റ് ഹീറ്റിനകത്തുള്ളത് ഡ്രൈ ഹീറ്റിനകത്ത് നമുക്ക് ജസ്റ്റ് ഹോട്ട് എയർ ഓവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ ഗ്ലാസ് വെയേഴ്സും കാര്യങ്ങളും ആണ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്തത്. ഇത്രയും പിടിയിട്ടിയോ? സ്റ്റെറിലൈസേഷൻ മെത്തേഡിലെ ഫിസിക്കൽ മെത്തേഡിലെ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷനും മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷനും. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ. എന്താണ്? റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ ആണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതാണ് റേഡിയേഷൻ. റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ വരുമ്പോഴത്തേക്കും ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് 2 റേഡിയേഷനാണ്. ആദ്യമേ ക്ലാസിഫിക്കേഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു റേഡിയേഷൻ സ്റ്റെറിലൈസേഷനകത്ത് വരുന്നതാണ് 2 എണ്ണം. UV ലൈറ്റും അയണൈസിങ് റേഡിയേഷനും. ഏതൊക്കെയാണ്? UV ലൈറ്റും അയണൈസിങ്. ഇവിടുത്തെ മെക്കാനിസം എന്ന് പറഞ്ഞാൽ റേഡിയേഷനെ നമ്മുടെ ബാക്ടീരിയൽ സെൽസ് അബ്സോർബ് ചെയ്യും. അപ്പോൾ ബാക്ടീരിയൽ സെൽസിനകത്ത് ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാകും? നമ്മുടെ UV ലൈറ്റും ന്യൂക്ലിയോ പ്രോട്ടീൻസും ഉണ്ടാകും. ഈ UV ലൈറ്റിനകത്ത് ബാക്ടീരിയൽ സെൽസ്, ന്യൂക്ലിയോ പ്രോട്ടീൻ ഉള്ള ബാക്ടീരിയൽ സെൽസ് UV ലൈറ്റിനെ അബ്സോർബ് ചെയ്തെടുത്തിട്ട് ആ ന്യൂക്ലിയോ പ്രോട്ടീനെ അങ്ങ് ഡാമേജ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ബാക്ടീരിയൽ സ്പോർസ് ഉൾപ്പെടെ അവിടെ നശിച്ചു പോകും. ഇനി അയണൈസിങ് റേഡിയേഷൻ എടുത്താലോ? ഇവിടെ 2 റേസ് നമുക്ക് യൂസ് ചെയ്യാം. എക്സ് റേസും യൂസ് ചെയ്യാം, ഗാമ റേസും യൂസ് ചെയ്യാം. ഏതാണ്? എക്സ് റേസും ഉണ്ട്, ഗാമ റേസും ഉണ്ട്. പക്ഷെ കൂടുതൽ ബാക്ടീരിയലിന് ലീതൽ എഫക്റ്റ് അല്ലെങ്കിൽ കില്ലിംഗ് എഫക്റ്റ് എപ്പോഴും തരുന്നത് ഗാമ റേസ് ആയിരിക്കും. ഏതായിരിക്കും? ഗാമ റേസ്. ലീതൽ ടു ബാക്ടീരിയ ആണ്. ഇനി ഈ ഗാമ റേസ് തന്നെ 2 എലമെന്റിന്റെ ഐസോടോപ്പിൽ നിന്നാണ് വരുന്നത്. ഏതൊക്കെയാണെന്ന് അറിയാമോ? കൊബാൾട്ട് 60, സീഷ്യം 137. ഇത് 2ൽ നിന്നുമാണ് ഗാമ റേസ് എമിറ്റ് ചെയ്യുന്നത്. പിടിയിട്ട് ഏതൊക്കെയാണ്? കൊബാൾട്ട് 60യും സീഷ്യം 137. ഈ 2 റേസിലും കൂടുതൽ ലീതൽ എഫക്റ്റ് ആർക്കാണ്? നമ്മുടെ ഗാമ റേസിനാണ്. 2 റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ പിടിയിട്ടോ? UV ലൈറ്റും അയണൈസിങ്ങും. UV ലൈറ്റിൻ്റെ തന്നെ ഷോർട്ടർ വേവ് ലെന്തും ലോങ്ങർ വേവ് ലെന്തും ഉണ്ട്. അതിൽ ലോങ്ങർ വേവ് ലെന്തിനായിരിക്കും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റെറിലൈസേഷൻ മെത്തേഡ് കാണിക്കുന്നത്. അതിൻ്റെ വേവ് ലെന്താണ് 265 നാനോമീറ്റർ. കിട്ടിയോ? ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് 3.6 എംറാഡ്സ് ആണ്. ഇവിടെ കൊബാൾട്ട് 60യും സീഷ്യം 137 അതിൽ നിന്ന് വരുന്ന എമിറ്റിംഗ് റേഡിയേഷൻസ് ആണ് ഗാമ റേസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത്. അതായിരിക്കും കൂടുതൽ എഫക്റ്റീവ്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് യൂസ് ചെയ്യുന്ന സ്റ്റെറിലൈസേഷൻ മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. UV ലൈറ്റ് നമ്മൾ കൂടുതലും സ്റ്റെറിലൈസ് ചെയ്യുന്നത് നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ ക്രോസ് ഇൻഫെക്ഷൻസ്, ഭയങ്കര വൈറൽ ഇൻഫെക്ഷൻസ് ഒക്കെ വന്നിട്ട് പോകുന്ന റൂമൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയാണ്. ക്രോസ് ഇൻഫെക്ഷനെ പ്രിവെൻറ്റ് ചെയ്യുക. ഏതാണ്? ക്രോസ് ഇൻഫെക്ഷൻസിനെ പ്രിവെൻറ്റ് ചെയ്യുക. ദെൻ നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിലെ അസെപ്റ്റിക് ഏരിയയും അസെപ്റ്റിക് റൂമും ക്ലീൻ ചെയ്യാൻ വേണ്ടി. ദെൻ നമ്മുടെ വർക്കിംഗ് ടേബിൾസും റൂമുകളും ക്ലീൻ ചെയ്യാൻ വർക്കിംഗ് റൂമും വർക്കിംഗ് ടേബിൾസും. പിടികിട്ടിയോ? പിന്നെ യൂസ് ചെയ്യുന്നതാണ് തെർമോലബൈൽ സബ്സ്റ്റൻസ്. തെർമോലബൈൽ സബ്സ്റ്റൻസിനെ സ്റ്റെറിലൈസ് ചെയ്യാനും യൂസ് ചെയ്യും. തെർമോലബൈൽ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റിനോട് പെട്ടെന്ന് ഡീഗ്രേഡ് ചെയ്തു പോകുന്നത്. ഹീറ്റ് അല്ലെങ്കിൽ ടെമ്പറേച്ചർ കിട്ടിക്കഴിഞ്ഞാൽ, കൂടുതൽ ഹൈ ടെമ്പറേച്ചറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഡിസ്ട്രോയ് ചെയ്തു പോകുന്നതാണ് തെർമോലബൈൽ. ഹീറ്റിനോടൊന്നും റെസിസ്റ്റ് ചെയ്ത് നിൽക്കാനുള്ള കഴിവില്ലാത്തത്. അങ്ങനെയുള്ള സബ്സ്റ്റൻസുകളെല്ലാം നമ്മൾ UV ലൈറ്റ് വെച്ചിട്ടാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ക്രോസ് ഇൻഫെക്ഷൻ എന്ന ഹോസ്പിറ്റലിൽ പലതരത്തിലുള്ള അസുഖങ്ങളുണ്ടാകും. അങ്ങനെ വരുന്ന കണ്ടീഷൻസിൽ വൈറൽ ഇൻഫെക്ഷൻസ് പോലെയൊക്കെ വന്ന് കിടന്നിട്ട് പോകുന്ന റൂമുകളൊക്കെ ക്ലീൻ ചെയ്യാനും, അതുപോലെ തന്നെ അസെപ്റ്റിക് ഏരിയ, അത് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിൽ നമ്മൾ അസെപ്റ്റിക് ആയിട്ട് നമ്മുടെ പേരൻ്റൽ പ്രോഡക്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നത്, അങ്ങനെയുള്ള റൂമും അവിടുത്തെ വർക്കിംഗ് ടേബിളും റൂം ഏരിയയുടെ സർഫസുകളും ക്ലീൻ ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്യാൻ, പിന്നെ തെർമോലബൈൽ സബ്സ്റ്റൻസിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി. അയണൈസിങ് റേഡിയേഷൻസ് എടുത്തു കഴിഞ്ഞാൽ അയണൈസിങ് റേഡിയേഷനാണ് കൂടുതലും റേഡിയേഷൻ സ്റ്റെറിലൈസേഷനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്.
അവിടെ ഗാമ റൈസ് ആയിരിക്കും. ഗാമ റൈസ് ഏതിൽ നിന്നൊക്കെയാണ്? കൊബാൾട്ട് 60യും സീഷ്യം 137. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് അഡ്ഹസീവ് ഡ്രസ്സിങ്സ്. എന്താണ്? അഡ്ഹസീവ് ഡ്രസ്സിങ്സിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഉള്ളത് പ്ലാസ്റ്റിക് സിറിഞ്ചസ്, ഹൈപ്പോഡെർമിക് നീഡിൽസ്, സർജിക്കൽ ബ്ലേഡ്സ്, കത്തീറ്റേഴ്സ്, സ്യൂച്ചേഴ്സ്, ഡെലിക്കസൻ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. അയണൈസിങ് റേഡിയേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഏതൊക്കെയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്? ഡെലിക്കസൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്, അതായത് നമ്മുടെ സർജിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ദെൻ അഡ്ഹസീവ് ഡ്രസ്സിങ്സ്, പ്ലാസ്റ്റിക് സിറിഞ്ച്, ഹൈപ്പോഡെർമിക് നീഡിൽ. ഗ്ലാസ് സിറിഞ്ചസ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്ന ഏത് വഴിയാണ്? ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ. ഇവിടെ പ്ലാസ്റ്റിക് സിറിഞ്ച്. ദെൻ സർജിക്കൽ ബ്ലേഡ്സ്, ദെൻ കത്തീറ്റേഴ്സ്, സ്യൂച്ചേഴ്സ്, ഇതേപോലുള്ളതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ റേഡിയേഷൻ സ്റ്റെറിലൈസേഷനകത്തെ അയണൈസിങ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് വഴി സ്റ്റെറിലൈസ് ചെയ്യുന്നത്. രണ്ടും പിടികിട്ടിയോ? യു വിയും അയണൈസിങ്ങും. ഓക്കെ, പിടികിട്ടിയോ? എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന്? സ്റ്റെറിലൈസേഷൻ എന്താണെന്ന് പറഞ്ഞു. ദെൻ അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ടേംസ്: ആൻറ്റിസെപ്റ്റിക്, ഡിസിൻഫെക്ഷൻ, ജെർമിസൈഡ്, ബാക്ടീരിയോസ്റ്റാറ്റിക്, ബാക്ടീരിയോസൈഡ് പോലെയുള്ളത്. പിന്നെ തെർമൽ റെസിസ്റ്റൻസ് പറഞ്ഞു. അതിൽ മെയിൻലി 2 പോയിൻ്റാണ്: തെർമൽ ഡെത്ത് ടൈമും ഡെസിമൽ റിഡക്ഷൻ ടൈമും. തെർമൽ ഡെത്ത് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗിവൺ ടെമ്പറേച്ചറിൽ ഒരു മൈക്രോ ഓർഗാനിസത്തിനെ ഫുള്ളി കില്ല് ചെയ്യാൻ എടുക്കുന്ന ടൈം. ഡെസിമൽ റിഡക്ഷൻ ടൈമിലോ അവിടെ പറയുന്നത് അതിൻ്റെ നമ്പർ ഓഫ് വയബിൾ ഓർഗാനിസം 90% ആയിട്ട് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ എടുക്കുന്ന ടൈം. പിന്നെ പറഞ്ഞത് മെത്തേഡ്സ് ഓഫ് സ്റ്റെറിലൈസേഷൻ: ഫിസിക്കലും കെമിക്കൽ ആൻഡ് മെക്കാനിക്കൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫിസിക്കൽ മെത്തേഡുകളാണ്: ഡ്രൈ ഹീറ്റ്, മോയ്സ്റ്റ് ഹീറ്റ് ആൻഡ് റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ ടോപ്പിക്കുകളിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഫസ്റ്റ് വൺ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ഡിസ്ട്രോയ് ബാക്ടീരിയൽ സ്പോർസ്? ബാക്ടീരിയൽ സ്പോർസിനെയും ഡിസ്ട്രോയ് ചെയ്യാൻ കഴിയുന്നത് ഇതിലേത് മെത്തേഡാണെന്നുള്ളത്. ഓപ്ഷൻസ്: എ സ്റ്റെറിലൈസേഷൻ, ഓപ്ഷൻ ബി ആൻറ്റിസെപ്റ്റിക്, ഓപ്ഷൻ സി ഡിസിൻഫെക്ഷൻ, ഓപ്ഷൻ ഡി ജെർമിസൈഡ്. ഓക്കെ, ഇതിലേത് മെത്തേഡാണ് ബാക്ടീരിയൽ സ്പോർസ് ഉൾപ്പെടെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ കഴിയുന്നത്? ആൻസർ ഇസ് സ്റ്റെറിലൈസേഷൻ. എന്താണ് സ്റ്റെറിലൈസേഷൻ? നമ്മൾ ഓൾറെഡി പറഞ്ഞു. സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് ഓൾ മൈക്രോ ഓർഗാനിസം ആണ്, ഇൻക്ലൂഡിങ് ബാക്ടീരിയൽ സ്പോർസ്. ആൻറ്റിസെപ്റ്റിക് ആകുമ്പോൾ എന്തായിരുന്നു? മൈക്രോ ഓർഗാനിസത്തിനെ നമ്മളവിടെ ഡിസ്ട്രോയ് ചെയ്യില്ല, പകരം അതിൻ്റെ ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. ഡിസിൻഫെക്ഷൻ വരുമ്പോഴും എങ്ങനെയാണ്? മൈക്രോ ഓർഗാനിസത്തിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത് അതിൻ്റെ ഇൻഫെക്ഷൻ പൊട്ടൻഷ്യലിനെ മാത്രമാണ് നമ്മൾ റിമൂവ് ചെയ്ത് കൊടുക്കുന്നത്. ജെർമിസൈഡ് ആകുമ്പോഴോ ഡിസീസസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ ആണ് ഇവിടെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യുന്നത്. അപ്പോൾ ബാക്ടീരിയൽ സ്പോർസിനെയും കൂടി ഡിസ്ട്രോയ് ചെയ്യാൻ കഴിയുന്ന ഒരു കംപ്ലീറ്റ് പ്രോസസ്സാണ് സ്റ്റെറിലൈസേഷൻ. മനസ്സിലായോ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ഡിസ്ട്രോയ് ദി ബാക്ടീരിയൽ സ്പോർസ്? ആൻസർ ഇസ് സ്റ്റെറിലൈസേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഡി വാല്യൂ ഈസ് ദി ടൈം ഇൻ മിനിറ്റ് റിക്വയർഡ് ടു റെഡ്യൂസ് ദി നമ്പർ ഓഫ് വയബിൾ ഓർഗാനിസം. ഡി വാല്യൂ അല്ലെങ്കിൽ ഡെസിമൽ റിഡക്ഷൻ ടൈം എന്ന് പറയുന്നത് ടൈം ഇൻ മിനിറ്റ് ആണ്. നമ്മൾ ടൈമിനെ മിനിറ്റിൽ പറയുന്നു. എത്ര ടൈം ആവശ്യമായിട്ട് വരും എന്തിന്? നമ്പർ ഓഫ് വയബിൾ ഓർഗാനിസം അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസത്തിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട്. എത്ര പെർസെൻറ്റേജ് ആയിട്ടാണ് ഡി വാല്യൂ നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നത്? 90% ആയിട്ടാണ് നമ്മൾ നമ്പർ ഓഫ് വയബിൾ ഓർഗാനിസത്തിനെ റെഡ്യൂസ് ചെയ്യാൻ എടുക്കുന്നത്. 90% ആയിട്ട് അതിൻ്റെ നമ്പർ കുറയ്ക്കാൻ എടുക്കുന്ന ടൈം ഇൻ മിനിറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡി വാല്യൂ അഥവാ ഡെസിമൽ റിഡക്ഷൻ ടൈം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹീറ്റിംഗ് ടെമ്പറേച്ചർ ഇൻ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ. ഹീറ്റിംഗ് ടെമ്പറേച്ചർ ഇൻ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ. ഇവിടെ നമ്മൾ എടുക്കുന്ന ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ഹീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടെമ്പറേച്ചർ ഏതാണ്? ഓപ്ഷൻസ് ഏതൊക്കെയാണ്? 150 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ ബി 160 ഡിഗ്രി സെൽഷ്യസ്, ഓപ്ഷൻ സി 140 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഓപ്ഷൻ ഡി 115 ഡിഗ്രി സെൽഷ്യസ്. ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ്റെ ടെമ്പറേച്ചർ എത്രയാണ്? 160 ഡിഗ്രി സെൽഷ്യസ്. ടൈം ഫോർ 2 hours അല്ലേ? ഓക്കെ, അതിൽ യൂസ് ചെയ്യുന്നതാണ് ഹോട്ട് എയർ ഓവൻ. ദെൻ 115 ഡിഗ്രി സെൽഷ്യസ് ഏതിൻ്റെ സ്റ്റെറിലൈസേഷൻ ടെമ്പറേച്ചറാണ്? മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ്റെ
ടെമ്പറേച്ചർ ആണ്. മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ്റെ ടെമ്പറേച്ചർ ആണ് 115 ഡിഗ്രി സെൽഷ്യസ്. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് പിടികിട്ടിയോ? ആദ്യത്തേത് ബാക്ടീരിയൽ സ്പോർസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ കഴിയുന്ന മെത്തേഡാണ് സ്റ്റെറിലൈസേഷൻ. ദെൻ ഡി വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ടൈം ഇൻ മിനിറ്റ് റിക്വയർഡ് ടു റെഡ്യൂസ് നമ്പർ ഓഫ് ഓർഗാനിസം ബൈ 90%. 90% കുറയ്ക്കാൻ, നമ്പർ ഓഫ് ഓർഗാനിസത്തിൻ്റെ നമ്പർ കുറയ്ക്കാൻ എടുക്കുന്ന മെത്തേഡാണ് ഡി വാല്യൂ. ദെൻ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ്റെ ഹീറ്റിംഗ് ടെമ്പറേച്ചർ ആണ് 160 ഡിഗ്രി സെൽഷ്യസ് ഫോർ 2 hours. 115 ഡിഗ്രി സെൽഷ്യസ് എന്തിൻ്റെ സ്റ്റെറിലൈസേഷൻ ടെമ്പറേച്ചർ ആണ്? മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ്റെ ടെമ്പറേച്ചർ ആണ് 115 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഇത്രയും 3 ക്വസ്റ്റ്യൻസ് കിട്ടിയോ? അടുത്ത ക്വസ്റ്റ്യൻ ആണ് സൾഫാസെറ്റമൈഡ് ക്യാൻ ബി സ്റ്റെറിലൈസ്ഡ് ബൈ. എന്താണ്? സൾഫാസെറ്റമൈഡ് ക്യാൻ ബി സ്റ്റെറിലൈസ്ഡ് ബൈ. Sulfacetamide can be sterilized by dry heat, option B moist heat, option C ionizing radiation, option D none of the above. സൾഫാസെറ്റമൈഡിനെ സ്റ്റെറിലൈസ് ചെയ്യുന്നത് ഏത് മെത്തേഡ് വഴിയാണ്? ആൻസർ ഈസ് ഓപ്ഷൻ എ, ഡ്രൈ ഹീറ്റ് മെത്തേഡ് വഴിയാണ് സൾഫാസെറ്റമൈഡ് പൗഡറിനെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളതാണ് പൗഡേഴ്സിനകത്ത് ടാൽക്ക്, കയോളിൻ, സിങ്ക് ഓക്സൈഡ്, സൾഫാഡയസിൻ. ഇതെല്ലാം ഏതാണ്? ഡ്രൈ ഹീറ്റ് മെത്തേഡ് വഴി നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓട്ടോക്ലേവ് ഈസ് യൂസ്ഡ് ഫോർ. ഏതാണ്? ഓട്ടോക്ലേവ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ് ഓട്ടോക്ലേവ്. ഓട്ടോക്ലേവ് ഈസ് യൂസ്ഡ് ഫോർ എ ഡ്രൈ ഹീറ്റ്, ബി മോയിസ്റ്റ് ഹീറ്റ്, സി മെംബ്രെയിൻ ഫിൽറ്റർ and D UV light. ഇതാണ് ഓട്ടോക്ലേവ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓട്ടോക്ലേവ് യൂസ് ചെയ്യുന്ന സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ് മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്. ഓട്ടോക്ലേവിൻ്റെ മെക്കാനിസം എന്താണ്? കൊയാഗുലേഷൻ അല്ലെങ്കിൽ ഡീനാച്ചുറേഷൻ. ടെമ്പറേച്ചർ 121 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 minutes. എന്താണ്? 121 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 minutes. ഡ്രൈ ഹീറ്റ് എത്രയാണ്? 160 ഡിഗ്രി സെൽഷ്യസ് ഫോർ 2 hours. പിടികിട്ടിയോ? സൾഫാസെറ്റമൈഡ് സ്റ്റെറിലൈസ് ചെയ്യുന്ന മെത്തേഡാണ് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്. മോയിസ്റ്റ് ഹീറ്റിനകത്ത് നമ്മൾ എന്താണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്? മെയിൻലി സർജിക്കൽ ഡ്രസ്സിങ്സ്, IV ഫ്ലൂയിഡ്സ് ഒക്കെയാണ്. അയണൈസിങ് റേഡിയേഷനകത്തോ അവിടെയും അഡ്ഹസീവ് ഡ്രസ്സിങ്, സ്യൂച്ചേഴ്സ്, കത്തീറ്ററും ഹൈപ്പോഡെർമിക് നീഡിൽസും ഒക്കെയാണ് നമ്മൾ മെയിൻലി സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് sterilization of vaccine is done at. Sterilization of vaccine is done at. ഇതാണ് sterilization of vaccines. എത്രയാണ് ടെമ്പറേച്ചർ സ്റ്റെറിലൈസേഷൻ ഓഫ് വാക്സിൻസിൻ്റെ? സ്റ്റെറിലൈസേഷൻ ഓഫ് വാക്സിൻ. സ്റ്റെറിലൈസേഷൻ ഓഫ് വാക്സിൻസും മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡിൽ തന്നെ ഉള്ളതാണ്. 55 to 60 degree, 70 to 80 degree, then C 115 to 121 degree, then D 71.6 degree. ഏതാണ് ടെമ്പറേച്ചർ സ്റ്റെറിലൈസേഷൻ ഓഫ് വാക്സിൻസിൻ്റെത്? ആൻസർ ഇസ് ഓപ്ഷൻ എ 55 to 60 degree. വാക്സിൻ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ് സ്റ്റെറിലൈസേഷൻ ഓഫ് വാക്സിൻസ്. അതിൻ്റെ ഓപ്ഷനാണ് A 55 to 60, B 70 to 80, D 115 to 121 and D 71.6. ആൻസർ ഏതാണ്? 55 to 60 degree Celsius. Okay, next 7th question. Which of the following radiation is used for the sterilization by ionizing radiation? അയണൈസിങ് റേഡിയേഷൻ ഉപയോഗിച്ചിട്ട് ഇതിൽ ഏത് റേഡിയേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്?
നമ്മൾ അയണൈസിങ് റേഡിയേഷൻ പഠിച്ചപ്പോൾ പറഞ്ഞു മെയിൻലി 2 റേഡിയേഷൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഏതൊക്കെയാണ്? എക്സ് റേസ് ആൻഡ് ഗാമ റേസ്. പക്ഷെ കൂടുതൽ ലീതലായിട്ടുള്ളതാണ് ഗാമ റേസ്. ഗാമ റേസ് ഏതൊക്കെ ഐസോട്ടോപ്പ് വഴിയായിരുന്നു? കൊബാൾട്ട് 60, ദെൻ സീഷ്യം 137 അല്ലേ? ഓക്കെ, അപ്പം ഇവിടുത്തെ നമ്മുടെ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ എ എക്സ് റേ, ഓപ്ഷൻ ബി ഗാമ റേ, ഓപ്ഷൻ സി യു വി റേസ് ആൻഡ് ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി. അയണൈസിങ് റേഡിയേഷൻ സ്റ്റെറിലൈസേഷനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന റേഡിയേഷൻസ് ഏതൊക്കെയാണെന്നാണ്. ഇവിടെ എക്സ് റേയും ഉണ്ട്, ഗാമ റേ ഉണ്ട്. സോ നമ്മുടെ ഓപ്ഷൻ ഇസ് ഓപ്ഷൻ ഡി ബോത്ത് എ ആൻഡ് ബി. മനസ്സിലായോ? ഗാമ റേ ആണ് കൂടുതൽ ലീതൽ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിന് 2 ഐസോട്ടോപ്പുകളാണ്, കൊബാൾട്ട് 60യും സീഷ്യം 137ഉം. അതിനൊപ്പം തന്നെ നമ്മൾ എന്തും യൂസ് ചെയ്യുന്നുണ്ട്? എക്സ് റേസും യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഓപ്ഷനാണ് ഓപ്ഷൻ ഡി. 2ഉം വരുന്നില്ലേ? ഇനി യു വി റേസ് ആണെങ്കിലോ അതും നമ്മുടെ റേഡിയേഷൻ സ്റ്റെറിലൈസേഷനിൽ തന്നെ വരുന്നതാണ്. പക്ഷേ എക്സ് റേയും ഗാമ റേസും ഒന്നും അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡയറക്റ്റ് യു വി ലൈറ്റ് ആണ്, ലോങ്ങർ വേവ് ലെങ്തിലുള്ള യു വി ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ യു വി റേസ് വെച്ചിട്ട് റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ നടത്തുന്നത്. Then 8th question, ethylene oxide kills microorganisms by option A acidification, option B alkylation, option C oxidation and option D reduction. എത്തിലീൻ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ഗേഷ്യസ് ഫോം ആണ്. അത് മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യാണ്, ബാക്ടീരിയൽ സ്പോർസ് ഉൾപ്പെടെ കില്ല് ചെയ്യുവാണ്. കില്ല് ചെയ്തത് ഏത് റിയാക്ഷൻ വഴിയാണ്? അസിഡിഫിക്കേഷൻ ആണോ, ആൽക്കൈലേഷൻ ആണോ, ഓക്സിഡേഷൻ ആണോ, റിഡക്ഷൻ ആണോ? ആൻസർ ഈസ് ആൽക്കൈലേഷൻ. ഒരു ആൽക്കൈലേറ്റിംഗ് ഏജന്റ് ആണ് എന്ത്? എത്തിലീൻ ഓക്സൈഡ്. അനദർ ആൽക്കൈലേഷൻ റിയാക്ഷൻസ് കൊടുക്കുന്ന ആളാണ് ഫോർമാൽഡിഹൈഡ്. ഫോർമാൽഡിഹൈഡും അനദർ ആൽക്കൈലേറ്റിംഗ് ഏജന്റ് ആണ്. അത് ഉപയോഗിച്ചിട്ടും നമ്മൾ ഗേഷ്യസ് സ്റ്റെറിലൈസേഷൻ നടത്താറുണ്ട്. പ്ലസ് എത്തിലീൻ ഓക്സൈഡ് ഉപയോഗിച്ചിട്ടും സ്റ്റെറിലൈസേഷൻ നടത്താറുണ്ട്. ഇതിൻ്റെ മെക്കാനിസമാണ് ആൽക്കൈലേഷൻ. ഓക്സിഡേഷൻ എന്തിൻ്റെ മെക്കാനിസം ആയിരുന്നു? ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ്റെ മെക്കാനിസം ആയിരുന്നു ഓക്സിഡേഷൻ. ഓക്സിഡേഷൻ ഓഫ് സെൽ കോൺസ്റ്റിറ്റ്യുവൻസ്. ഓക്കെ, പിടികിട്ടിയോ? ദെൻ 9th ക്വസ്റ്റ്യൻ ആണ്, ഫിക്സഡ് ഓയിൽസ് ആർ സ്റ്റെറിലൈസ്ഡ് ബൈ. എന്താണ്? ഫിക്സഡ് ഓയിൽസ് ആർ സ്റ്റെറിലൈസ്ഡ് ബൈ. ഏതൊക്കെയാണ് ഫിക്സഡ് ഓയിൽസ്? കാസ്റ്റർ ഓയിൽ, അരാക്കിസ് ഓയിൽ, ആൽമണ്ട് ഓയിൽ എക്സെട്ര. ഇതൊക്കെയാണ് ഫിക്സഡ് ഓയിൽസ്. ഇങ്ങനെയുള്ള ഫിക്സഡ് ഓയിൽസിനെ സ്റ്റെറിലൈസ് ചെയ്യുന്നത് ഏത് മെത്തേഡ് വഴിയാണ്? ഓപ്ഷൻ എ ഡ്രൈ ഹീറ്റ്, ഓപ്ഷൻ ബി മോയ്സ്റ്റ് ഹീറ്റ്, ഓപ്ഷൻ ഡി മെംബ്രെയിൻ ഫിൽറ്റർ, ഓപ്ഷൻ ഡി ടിൻഡലൈസേഷൻ. ഓക്കെ, നമ്മൾ പറഞ്ഞു ഫിക്സഡ് ഓയിൽസ് സോൾവെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ വെഹിക്കിൾസ് ആയിട്ട് വരുന്ന ഇഞ്ചക്ഷൻസ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത് എപ്പോഴും ഏത് മെത്തേഡ് വഴിയായിരുന്നു? ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ. മനസ്സിലായോ? ഫിക്സഡ് ഓയിൽസ് സ്റ്റെറിലൈസ് ചെയ്യുന്നത് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് വഴിയായിരിക്കും. മോയ്സ്റ്റ് ഹീറ്റിനകത്ത് വരുമ്പോഴോ അവിടെ IV ഫ്ലൂയിഡ്സും സർജിക്കൽ ഡ്രസ്സിങ്സും ആണ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഓട്ടോക്ലേവ് വഴി സർജിക്കൽ ഡ്രസ്സിങ്സ്. പിന്നെ ടിൻഡലൈസേഷൻ വരുമ്പോൾ ഏതാണ്? കൾച്ചർ മീഡിയ ആണ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് വരുമ്പോഴോ അവിടെ അക്വസ് സൊല്യൂഷൻസ് ആണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ തെർമോലബൈൽ സൊല്യൂഷൻസ്. മനസ്സിലായോ? തെർമോലബൈൽ സബ്സ്റ്റൻസ് സ്റ്റെറിലൈസ് ചെയ്യുന്നത് ഏത് വഴിയായിരുന്നു? UV ലൈറ്റ് വഴിയായിരുന്നു. അപ്പം ഫിക്സഡ് ഓയിൽ സ്റ്റെറിലൈസ് ചെയ്യുന്ന മെത്തേഡാണ് ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്. 10th ക്വസ്റ്റ്യൻ നോക്കിക്കേ, സർജിക്കൽ ഡ്രസ്സിങ്സ് ആർ സ്റ്റെറിലൈസ്ഡ് ബൈ. എന്താണ്? സർജിക്കൽ ഡ്രസ്സിങ്സ് ആർ സ്റ്റെറിലൈസ്ഡ് ബൈ. ഓപ്ഷൻ എ ഓട്ടോക്ലേവ്, ഓപ്ഷൻ ബി ഹോട്ട് എയർ ഓവൻ, ഓപ്ഷൻ സി അയണൈസിങ് റേഡിയേഷൻ ആൻഡ് ഡി ഓൾ ഓഫ് ദി എബോവ്. സർജിക്കൽ ഡ്രസ്സിങ്സ് സ്റ്റെറിലൈസ് ചെയ്യുന്നത് ഏത് മെത്തേഡ് വഴിയാണ്? ആൻസർ ഇസ് ഓപ്ഷൻ എ ഓട്ടോക്ലേവ് അല്ലെങ്കിൽ മോയ്സ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്. ഹോട്ട് എയർ ഓവൻ വരുമ്പോൾ ഡ്രൈ ഹീറ്റ് ആണ്, അവിടെ നമ്മൾ സർജിക്കൽ ഡ്രസ്സിങ്സ് ആയിരിക്കത്തില്ല സ്റ്റെറിലൈസ് ചെയ്യുന്നത്. അയണൈസിങ് റേഡിയേഷൻസ് വരുമ്പോഴോ അവിടെ നമ്മൾ
അഡ്ഹസീവ് ഡ്രസ്സിങ്സ് ആണ് സ്റ്റെറിലൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. പിടികിട്ടിയോ? സർജിക്കൽ ഡ്രസ്സിങ്സ് സ്റ്റെറിലൈസ് ചെയ്യുന്ന മെത്തേഡാണ് ഓട്ടോക്ലേവ്. ടെമ്പറേച്ചറാണ് 121 ഡിഗ്രി ഫോർ 15 മിനിറ്റ്. അതിൻ്റെ പ്രഷർ എത്രയായിരുന്നു? 15 lbs per square inch. ഓക്കെ, പിടികിട്ടിയോ? ഒന്നുകൂടി പറയാം. 7th question. Which of the following radiation is used for sterilization by ionizing radiation? Option A X-ray, option B gamma, option C UV, D both and A. A and B. നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി. എക്സ്റേയും ഗാമ റേസുമാണ് നമ്മൾ അയണൈസിങ് റേഡിയേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, എത്തിലീൻ ഓക്സൈഡ് കിൽസ് മൈക്രോ ഓർഗാനിസം. എത്തിലീൻ ഓക്സൈഡ് മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുന്നു. ഏത് തേർഡ് വഴി അല്ലെങ്കിൽ എന്താണ് മെക്കാനിസം? അസിഡിഫിക്കേഷൻ, ആൽക്കൈലേഷൻ, ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. എത്തിലീൻ ഓക്സൈഡ് എന്താണ്? ഒരു ഗേഷ്യസ് സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്. അത് യൂസ് ചെയ്യുന്ന മെക്കാനിസമാണ് ആൽക്കൈലേഷൻ മെത്തേഡ്. അനദർ ആൽക്കൈലേറ്റിംഗ് ഏജൻ്റ് ആണ് എന്ത്? ഫോർമാൽഡിഹൈഡ്. ഫോർമാൽഡിഹൈഡ് ഉപയോഗിച്ചും നമ്മൾ ഗേഷ്യസ് സ്റ്റെറിലൈസേഷൻ നടത്താറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിക്സഡ് ഓയിൽസ് ആർ സ്റ്റെറിലൈസ്ഡ് ബൈ. ഫിക്സഡ് ഓയിൽസ് സ്റ്റെറിലൈസ് ചെയ്യുന്നത് ഏത് മെത്തേഡ് വഴിയാണ്? ഓപ്ഷൻ എ ഡ്രൈ ഹീറ്റ്, ഓപ്ഷൻ ബി മോയ്സ്റ്റ് ഹീറ്റ്, ഓപ്ഷൻ സി മെംബ്രെയിൻ ഫിൽറ്റർ ആൻഡ് ഓപ്ഷൻ ഡി ടിൻഡലൈസേഷൻ. ഏതാണ് ഫിക്സഡ് ഓയിൽസ് സ്റ്റെറിലൈസ് ചെയ്യുന്ന മെത്തേഡ്? ഓപ്ഷൻ എ ഡ്രൈ ഹീറ്റ്. കാരണം ഫിക്സഡ് ഓയിൽസ് സോൾവൻ്റ് ആയിട്ട് വരുന്ന ഇഞ്ചെക്ഷൻസ് സ്റ്റെറിലൈസ് ചെയ്യുന്നത് നമ്മളെപ്പോഴും ഡ്രൈ ഹീറ്റ് മെത്തേഡ് വഴി ആണ്. ദെൻ 10th ക്വസ്റ്റ്യൻ, സർജിക്കൽ ഡ്രസ്സിങ്സ് ആർ സ്റ്റെറിലൈസ്ഡ് ബൈ. സർജിക്കൽ ഡ്രസ്സിങ്സ് നമ്മൾ എങ്ങനെയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്? ഓട്ടോക്ലേവ്, ഹോട്ട് എയർ ഓവൻ, അയണൈസിങ് റേഡിയേഷൻ ആൻഡ് ഓൾ ഓഫ് ദി എബോവ്. എപ്പോഴും സർജിക്കൽ ഡ്രസ്സിങ്സ് നമ്മൾ എങ്ങനെയായിരിക്കും? മോയ്സ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ, അതായത് ഓട്ടോക്ലേവ് വഴിയായിരിക്കും സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഓക്കെ, പിടികിട്ടിയോ ഇത്രയും? 11th ക്വസ്റ്റ്യൻ, ഇൻ ദ പ്രോസസ് ഓഫ് സ്റ്റെറിലൈസേഷൻ ബൈ ഓട്ടോക്ലേവ് ദ ബാക്ടീരിയ ആർ ഡിസ്ട്രോയ്ഡ് ബൈ. ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ ദ പ്രോസസ് ഓഫ് സ്റ്റെറിലൈസേഷൻ ബൈ ഓട്ടോക്ലേവ് ദ ബാക്ടീരിയ ആർ ഡിസ്ട്രോയ്ഡ് ബൈ. ഓട്ടോക്ലേവ് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് വഴി ബാക്ടീരിയ എങ്ങനെയാണ് ഡിസ്ട്രോയ് ചെയ്യുന്നത്? അതായത് ഓട്ടോക്ലേവിൻ്റെ മെക്കാനിസം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഹീമോലൈസിസ്, ഓപ്ഷൻ ബി റിഡക്ഷൻ, ഓപ്ഷൻ സി കൊയാഗുലേഷൻ ഓഫ് പ്രോട്ടീൻ ആൻഡ് ഓപ്ഷൻ ഡി ഡീനേച്ചറേഷൻ ഓഫ് ബ്ലഡ് സെൽസ്. ഓട്ടോക്ലേവ് എന്ന് പറയുമ്പോൾ ഏത് മെത്തേഡായിരുന്നു? മോയ്സ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്. ഏതാണ്? മോയ്സ്റ്റ് ഹീറ്റ്. മോയ്സ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് എന്ത് മെക്കാനിസം ആയിരുന്നു? കൊയാഗുലേഷൻ അല്ലെങ്കിൽ ഡീനേച്ചറേഷൻ ഓഫ് പ്രോട്ടീൻസ് ആണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി കൊയാഗുലേഷൻ ഓഫ് പ്രോട്ടീൻസ്. മനസ്സിലായോ? ഡ്രൈ ഹീറ്റ് ആകുമ്പോൾ ഏതായിരുന്നു? ഓക്സിഡേഷൻ ഓഫ് സെൽ കോൺസ്റ്റിറ്റ്യുവൻസ്. ഇവിടെ ഓട്ടോക്ലേവ് സ്റ്റെറിലൈസേഷൻ വഴി എങ്ങനെ ഡിസ്ട്രോയ് ചെയ്യുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഇസ് കൊയാഗുലേഷൻ ഓഫ് പ്രോട്ടീൻ അല്ലെങ്കിൽ ഡീനേച്ചറേഷൻ ഓഫ് പ്രോട്ടീൻസ്. മനസ്സിലായോ? ഓക്കെ, 12th ക്വസ്റ്റ്യൻ, റാപ്പിഡ് മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ ഇൻ എമർജൻസീസ് ഈസ് ഫോളോഡ്. എമർജൻസി കേസസിൽ സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന റാപ്പിഡ് മെത്തേഡ് ഏതാണ്? എ ഓട്ടോക്ലേവ്, ബി ഫിൽട്രേഷൻ, സി റേഡിയേഷൻ ആൻഡ് ഡി ഹോട്ട് എയർ ഓവൻ. റാപ്പിഡ് മെത്തേഡായിട്ട് നമുക്ക് ചെയ്യാനാണ്. അപ്പോൾ പെട്ടെന്ന് സ്റ്റെറിലൈസേഷൻ നടക്കണം. അതിനുവേണ്ടി എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും? റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ ആയിരിക്കും. ഓട്ടോക്ലേവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 15 മിനിറ്റ്സ് അല്ലെങ്കിൽ 30 മിനിറ്റ്സോളം ടൈം എടുക്കും. അത്രയും ടെമ്പറേച്ചറും വേണ്ടി വരും. ഫിൽട്രേഷൻ ആണെങ്കിൽ എങ്ങനെയാണ്? നമ്മുടെ തെർമോലബൈൽ അല്ലെങ്കിൽ അക്വസ് സൊല്യൂഷനെ ഫിൽട്ടർ ചെയ്തെടുത്താണ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. അതും ടൈം കൺസ്യൂമിംഗ് ആണ്. ഹോട്ട് എയർ ഓവൻ ആകുമ്പോഴോ 2 hours വേണ്ടി വരും അതിൽ സ്റ്റെറിലൈസ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എപ്പോഴും നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന എമർജൻസി ആയിട്ടുള്ള റാപ്പിഡ് മെത്തേഡ് ഏതാണ്? റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ. അതിലേതൊക്കെയാണ്? യു വിയും അയണൈസിങ് റേഡിയേഷനും. ഓക്കെ, ദെൻ 13th ക്വസ്റ്റ്യൻ, ഗാമ റേസ് ആർ വെരി സിമിലർ ടു. ഗാമ റേസ് വളരെ സിമിലർ ആയിട്ടുള്ളത് എന്തിനോടാണ്? എ ബീറ്റ റേഡിയേഷൻ, ബി ആൽഫ റേഡിയേഷൻ, സി എക്സ് റേസ്, ഡി നൺ ഓഫ് ദി എബോവ്. ഗാമ റേസ് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്തത്?
അയണൈസിങ് റേഡിയേഷനിൽ യൂസ് ചെയ്യുന്ന റേഡിയേഷനാണ് ഗാമ റേസ്. അത് വളരെ സിമിലർ ആയിട്ടുള്ളത് ആരോടാണ്? എക്സ് റേസ്. ഓപ്ഷൻ സി ആണ് ആൻസർ. ആൻസർ ഇസ് എക്സ് റേസ്. പിടികിട്ടിയോ? ഓക്കെ. അപ്പോൾ ഏതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ? പ്രോസസ് ഓഫ് സ്റ്റെറിലൈസേഷൻ ബൈ ഓട്ടോക്ലേവ് ദ ബാക്ടീരിയ ആർ ഡിസ്ട്രോയിഡ് ബൈ. ഓട്ടോക്ലേവ് വഴി സ്റ്റെറിലൈസ് ചെയ്യുമ്പോൾ ബാക്ടീരിയ ഡിസ്ട്രോയ് ചെയ്യുന്നത് എങ്ങനെയാണ്? മെക്കാനിസം എന്താണ്? കൊയാഗുലേഷൻ ഓഫ് പ്രോട്ടീൻസ്. ദെൻ റാപ്പിഡ് മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ. എമർജൻസി കേസസിൽ സ്റ്റെറിലൈസേഷൻ്റെ റാപ്പിഡ് മെത്തേഡ് ഏതാണ്? ഓട്ടോക്ലേവ് ഉണ്ട്, ഫിൽട്രേഷൻ ഉണ്ട്, റേഡിയേഷൻ ഉണ്ട്, ഹോട്ട് എയർ ഓവൻസ് ഉണ്ട്. ഏതാണ് ഉത്തരം? റേഡിയേഷൻ സ്റ്റെറിലൈസേഷൻ, ഐദർ യു വി ഓർ അയണൈസിങ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഗാമ റേസ് സിമിലർ ടു. ഗാമ റേസ് ഏതിനോടാണ് സിമിലർ ആയിട്ടുള്ളത്? ബീറ്റ, ആൽഫ ആൻഡ് എക്സ് റേസ്. ഏതാണ് ആൻസർ? ആൻസർ ഇസ് എക്സ് റേസ്. പിടികിട്ടിയോ ഇത്രയും ക്വസ്റ്റ്യൻ? 14th ക്വസ്റ്റ്യൻ, സ്റ്റെറിലൈസേഷൻ ടെമ്പറേച്ചർ ഫോർ അക്വസ് സൊല്യൂഷൻ ഇൻ ഓട്ടോക്ലേവ്. ഓട്ടോക്ലേവിനകത്ത് അക്വസ് സൊല്യൂഷൻ സ്റ്റെറിലൈസ് ചെയ്യുമ്പം എത്ര ടെമ്പറേച്ചറാണ് നമ്മൾ എടുക്കുന്നതെന്ന്. ഓക്കെ, ഓട്ടോക്ലേവിൻ്റെ ടെമ്പറേച്ചർ നമുക്ക് ഓൾറെഡി അറിയാമല്ലോ. എത്രയാണ്? 121 ഡിഗ്രി ഫോർ 15 minutes. അപ്പം ഓട്ടോക്ലേവിനകത്ത് അക്വസ് സൊല്യൂഷൻ സ്റ്റെറിലൈസ് ചെയ്യാൻ സർജിക്കൽ ഡ്രസ്സിങ്സ് ഉണ്ട്, IV ഫ്ലൂയിഡ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഓപ്ഷൻസ് നോക്കിക്കേ. ഓപ്ഷൻ എ 72 ഡിഗ്രി, ഓപ്ഷൻ ബി 121 ഡിഗ്രി, ഓപ്ഷൻ സി 147 ഡിഗ്രി, ഓപ്ഷൻ ഡി 160 ഡിഗ്രി. അപ്പോൾ സ്റ്റെറിലൈസേഷൻ ടെമ്പറേച്ചർ ഫോർ അക്വസ് സൊല്യൂഷൻ ഓട്ടോക്ലേവ് എത്രയാണ്? ഓപ്ഷൻ ബി 121 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ ആൻസർ. 160 ഡിഗ്രി സെൽഷ്യസ് ഏതിൻ്റെ ആയിരുന്നു? ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ്റെ. ഏതിൻ്റെയാണ്? ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ അല്ലെങ്കിൽ ഹോട്ട് എയർ ഓവൻ്റെ. ഓക്കെ, ഇവിടെ ഓട്ടോക്ലേവ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നു? മോയിസ്റ്റ് ഹീറ്റ് ആണ് അല്ലേ? സ്റ്റീമാണ് നമ്മൾ കൊടുക്കുന്നത്. ഇതിൻ്റെ ടെമ്പറേച്ചറാണ് 121 ഡിഗ്രി സെൽഷ്യസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക്. എ സബ്സ്റ്റൻസ് that kills microorganism but not bacterial spores. A substance that kill microorganisms but not bacterial spores. ഓരോ സബ്സ്റ്റൻസ് മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യും, പക്ഷേ അതിൻ്റെ ബാക്ടീരിയൽ സ്പോർസിനെ കില്ല് ചെയ്യത്തില്ല. ജനറലി നോൺ ആസ് ജെർമിസൈഡ്, ബാക്ടീരിയസൈഡ്, സ്റ്റെറിലിറ്റി ആൻഡ് ആൻറ്റിസെപ്റ്റിക്സ്. ഏതാണ് ഉത്തരം? ആൻസർ ഈസ് ഓപ്ഷൻ എ ജെർമിസൈഡ്. ഇതാണ് ജെർമിസൈഡ്. ബാക്ടീരിയസൈഡ് എന്താണ്? ബാക്ടീരിയൽ സ്പോർസ് ഉൾപ്പെടെ അങ്ങ് കില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്റ്റെറിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആബ്സെൻസ് ഓഫ് വയബിൾ മൈക്രോ ഓർഗാനിസംസ് ആണ്. വയബിൾ അല്ലെങ്കിൽ ലിവിങ് മൈക്രോ ഓർഗാനിസത്തിൻ്റെ ആബ്സെൻസിലുള്ളതിനെയാണ് നമ്മൾ സ്റ്റെറിലിറ്റി എന്ന് പറയുന്നത്. ആൻറ്റിസെപ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ മൈക്രോ ഓർഗാനിസത്തിനെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യുന്നതേ ഇല്ല, ജസ്റ്റ് ഗ്രോത്തിനെ മാത്രം നമ്മൾ പ്രിവെൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ആൻസർ ഏതാണ്? ആൻസർ ഇസ് ഓപ്ഷൻ എ ജെർമിസൈഡ്. ജെർമിസൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പാത്തോജനിക് ബാക്ടീരിയ ആണ് ഇവിടെ കില്ല് ചെയ്യുന്നത്. ഏതാണ്? പാത്തോജനിക് ബാക്ടീരിയ. ഡിസീസ് കോസിങ് ബാക്ടീരിയ ആണ്. ഡിസീസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ പറയുന്ന പേരാണ് പാത്തോജനിക് ബാക്ടീരിയ. ആ ബാക്ടീരിയ കില്ല് ചെയ്യുന്ന ഏജൻ്റാണ് എന്ത്? ജെർമിസൈഡ്. ജെർമിസൈഡ് പാത്തോജനിക് ബാക്ടീരിയ കില്ല് ചെയ്യും, പക്ഷേ അതിൻ്റെ ബാക്ടീരിയൽ സ്പോർസ് നശിക്കാറില്ല. മനസ്സിലായോ? സ്റ്റെറിലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? മൈക്രോ ഓർഗാനിസത്തിനെ കില്ല് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ ബാക്ടീരിയൽ സ്പോർസിനെയും നമ്മൾ അവിടെ നശിപ്പിച്ച് കളയും. മനസ്സിലായോ? ഇത്രയുമാണ് ക്വസ്റ്റ്യൻസ്. ഇതാണ് സബ്സ്റ്റൻസ് ദാറ്റ് കിൽ മൈക്രോ ഓർഗാനിസം ബട്ട് നോട്ട് ബാക്ടീരിയൽ സ്പോർസ്. ആൻസർ ഇസ് ജെർമിസൈഡ്. ഓരോന്നും നോക്കുക. ബാക്ടീരിയസൈഡ് എന്ന് പറയുമ്പോൾ കിൽ മൈക്രോ ഓർഗാനിസം ആണ് പ്ലസ് സ്പോർസ്. സ്റ്റെറിലിറ്റി എന്ന് പറയുമ്പോൾ ആബ്സെൻസ് ഓഫ് വയബിൾ ഓർഗാനിസംസ്. ആബ്സെൻസ് ഓഫ് വയബിൾ ഓർഗാനിസം. ആൻറ്റിസെപ്റ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്? സബ്സ്റ്റൻസ് ദാറ്റ് പ്രിവെൻറ്റ് ഗ്രോത്ത്. ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യും ബൈ ഇൻഹിബിറ്റിംഗ് ആക്ടിവിറ്റി. അതിൻ്റെ ആക്ടിവിറ്റിയെ ഇൻഹിബിറ്റ് ചെയ്തുകൊണ്ട് ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യും. വിത്തൗട്ട് ഡിസ്ട്രോയിങ് ഓർഗാനിസം. വിത്തൗട്ട് ഡിസ്ട്രോയിങ് ഓർഗാനിസം. ഓർഗാനിസത്തിനെ ഡിസ്ട്രോയ് ചെയ്യാതെ എന്ത് ചെയ്യുന്നു? ഗ്രോത്തിനെ ജസ്റ്റ് ഒന്ന് പ്രിവെൻറ്റ് ചെയ്ത് കൊടുക്കുന്നു. പിടികിട്ടിയോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ്.
മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് എന്തുകൊണ്ടാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 16. മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ്. മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ഓപ്ഷൻ എ ആസ്ബസ്റ്റോസ്, ഓപ്ഷൻ ബി കീസൽഗർ, ഓപ്ഷൻ സി പോർസലെയിൻ, ഓപ്ഷൻ ഡി സെല്ലുലോസ്. മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് എന്തുകൊണ്ടാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നതെന്നാണ്. ഓപ്ഷൻ എ ആസ്ബസ്റ്റോസ്, ഓപ്ഷൻ ബി കീസൽഗർ, ഓപ്ഷൻ സി പോർസലെയിൻ, ഓപ്ഷൻ ഡി സെല്ലുലോസ്. മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് മെയ്ഡ് ചെയ്തിരിക്കുന്നത് സെല്ലുലോസ് ഡെറിവേറ്റീവ്സ് വെച്ചിട്ടാണ്. എന്ത് വെച്ചിട്ടാണ്? സെല്ലുലോസ് ഡെറിവേറ്റീവ്സ്. അപ്പോൾ ഓപ്ഷൻ ഡി സെല്ലുലോസ് ആണ് ഇവിടുത്തെ ആൻസർ. കീസൽഗർ മെയ്ഡ് ചെയ്തിരിക്കുന്നത്, കീസൽഗർ വെച്ച് മെയ്ഡ് ചെയ്തിരിക്കുന്ന ഫിൽറ്റേഴ്സ് ആണ് സെറാമിക് ഫിൽറ്റേഴ്സ് അല്ലെങ്കിൽ ഫിൽറ്റർ ക്യാൻഡിൽസ്. ഏതാണ്? സെറാമിക് ഫിൽറ്റേഴ്സ് അല്ലെങ്കിൽ ഫിൽറ്റർ ക്യാൻഡിൽസ്. പോർസലെയിനും സെറാമിക് ഫിൽറ്റർ അല്ലെങ്കിൽ ഫിൽറ്റർ ക്യാൻഡിൽസ് ആണ്. ഫിൽറ്റർ ക്യാൻഡിൽസ് മെയ്ഡ് ചെയ്തിരിക്കുന്ന രണ്ട് സബ്സ്റ്റൻസുകളാണ്, ഒന്ന് കീസൽഗറും പോർസലെയിനും. ആസ്ബസ്റ്റോസ് വെച്ചിട്ട് മെയ്ഡ് ചെയ്തിരിക്കുന്ന ഫിൽറ്റർ ആണ് ഏതാണ്? സീഡ്സ് ഫിൽറ്റർ. ഏതാണ്? സീഡ്സ് ഫിൽറ്റർ. സീഡ്സ് ഫിൽറ്റർ മെയ്ഡ് ചെയ്തിരിക്കുന്നതാണ് ആസ്ബസ്റ്റോസ്. ഹിയർ നമ്മുടെ ക്വസ്റ്റ്യൻ മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് എന്തുകൊണ്ട് മെയ്ഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ ആണ് സെല്ലുലോസ് ഡെറിവേറ്റീവ്സ്. മനസ്സിലായോ? കീസൽഗറും പോർസലെയിനും എപ്പോഴും ഫിൽറ്റർ ക്യാൻഡിൽസ് അല്ലെങ്കിൽ ക്യാൻഡിൽ ഫിൽറ്ററിൻ്റെ സബ്സ്റ്റൻസുകളാണ്. ഓക്കെ, 17th ക്വസ്റ്റ്യൻ നോക്കിക്കേ. വൂൾ ഫാറ്റ് ക്യാൻ ബി സ്റ്റെറിലൈസ്ഡ് ബൈ. വൂൾ ഫാറ്റ്സ് ക്യാൻ ബി സ്റ്റെറിലൈസ്ഡ് ബൈ. വൂൾ ഫാറ്റിനെ നമുക്ക് എന്തുവഴി സ്റ്റെറിലൈസ് ചെയ്യാം? ഓപ്ഷൻ എ ഹോട്ട് എയർ ഓവൻ, ഓപ്ഷൻ ബി ഓട്ടോക്ലേവ്, ഓപ്ഷൻ സി UV ലൈറ്റ് ആൻഡ് ഓപ്ഷൻ ഡി അയണൈസിങ് റേഡിയേഷൻ. ഇവിടെ നമ്മുടെ ആൻസർ ഇസ് ഓപ്ഷൻ എ ഹോട്ട് എയർ ഓവൻ ആണ്. വൂൾ ഫാറ്റ്, ഹൈഡ്രസ് വൂൾ ഫാറ്റ്, ലനോളിൻ, ദെൻ ലിക്വിഡ് പാരഫിൻ, ഹാർഡ് പാരഫിനും ഒക്കെ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ ഹോട്ട് എയർ ഓവൻ അല്ലെങ്കിൽ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് വഴിയാണ്. ഓട്ടോക്ലേവിനകത്ത് എപ്പോഴും സർജിക്കൽ ഡ്രസ്സിങ്സും IV ഫ്ലൂയിഡ്സും ഒക്കെ ആയിരിക്കും. അയണൈസിങ് റേഡിയേഷൻ വരുമ്പോൾ അഡ്ഹസീവ് ഡ്രസ്സിങ്സും സ്യൂച്ചർ, കത്തീറ്റേഴ്സ്, പ്ലാസ്റ്റിക് സിറിഞ്ച്, ദെൻ ഹൈപ്പോഡെർമിക് നീഡിൽസ്, ഇതൊക്കെയാണ് നമ്മൾ നേരത്തെ ആദ്യം പറഞ്ഞ മെറ്റീരിയൽസ് ഒക്കെയാണ് അയണൈസിങ് റേഡിയേഷനിൽ യൂസ് ചെയ്യുന്നത്. UV ലൈറ്റ് ആകുമ്പോൾ എന്തായിരുന്നു? ഹോസ്പിറ്റലിലെ ക്രോസ് ഇൻഫെക്ഷൻസ് ഏരിയ, ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിലെ അസെപ്റ്റിക് ഏരിയൻസും റൂമും ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാനാണ് നമ്മൾ UV ലൈറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ആൻസർ എന്താണ്? വൂൾ ഫാറ്റ് സ്റ്റെറിലൈസ് ചെയ്യുന്നത് എപ്പോഴും ഹോട്ട് എയർ ഓവൻ അല്ലെങ്കിൽ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് വഴിയാണ്. 18th ക്വസ്റ്റ്യൻ. ടിൻഡലൈസേഷൻ ക്യാൻ ബി യൂസ്ഡ് ഫോർ ദി സ്റ്റെറിലൈസേഷൻ ഓഫ്. ടിൻഡലൈസേഷൻ എന്ന് പറഞ്ഞാൽ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് എന്തിൻ്റെ സ്റ്റെറിലൈസേഷന് വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ എ മിൽക്ക്, ഓപ്ഷൻ ബി കൾച്ചർ മീഡിയ, ഓപ്ഷൻ സി വാക്സിൻ, ഓപ്ഷൻ ഡി കത്തീറ്റേഴ്സ്. ടിൻഡലൈസേഷൻ ഒരു മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്. അത് എന്തിനെ സ്റ്റെറിലൈസ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ ബി. ആൻസർ ഇസ് ഓപ്ഷൻ ബി കൾച്ചർ മീഡിയ. കൾച്ചർ മീഡിയ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടുത്തെ ടെമ്പറേച്ചർ എത്രയായിരുന്നു? 80 ഡിഗ്രി സെൽഷ്യസ് ഫോർ 1 hour. 1 hourലാണ് 80 ഡിഗ്രി ടെമ്പറേച്ചറിലാണ് എന്ത് കൾച്ചർ മീഡിയ നമ്മൾ ടിൻഡലൈസേഷൻ വഴി സ്റ്റെറിലൈസ് ചെയ്തത്. മിൽക്ക് സ്റ്റെറിലൈസ് ചെയ്യുന്നത് ഏത് മെത്തേഡ് വഴിയായിരുന്നു? പാസ്ചറൈസേഷൻ. ഏതാണ്? പാസ്ചറൈസേഷൻ. അത് ഹോൾഡർ മെത്തേഡും ഫ്ലാഷ് മെത്തേഡും. വാക്സിൻസോ സ്റ്റെറിലൈസേഷൻ ഓഫ് വാക്സിൻസ്. കത്തീറ്റേഴ്സ് സ്റ്റെറിലൈസ് ചെയ്യുന്നത് ബൈ അയണൈസിങ് റേഡിയേഷൻസ്. ഓക്കെ, ക്വസ്റ്റ്യൻസ് കിട്ടിയോ? 16th one. മെംബ്രെയിൻ ഫിൽറ്റേഴ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ്. ഏതാണ്? ആൻസർ ഇസ് സെല്ലുലോസ്. Then wool fat can be sterilized by. Wool fat ഏത് മെത്തേഡ് വഴിയാണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്? ഹോട്ട് എയർ ഓവൻ. Then tindalization can be used for the sterilization of. ടിൻഡലൈസേഷൻ വഴി നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത് ഏതാണ്? കൾച്ചർ മീഡിയ ആണ് സ്റ്റെറിലൈസ് ചെയ്യുന്നത്. അതിൻ്റെ ടെമ്പറേച്ചർ ആണ് 80 ഡിഗ്രി ഫോർ 1 hour. കത്തീറ്റേഴ്സ് ആണ് അയണൈസിങ് റേഡിയേഷൻ. മിൽക്ക് ബൈ പാസ്ചറൈസേഷൻ മെത്തേഡ്, ഹോൾഡർ ആൻഡ് ഫ്ലാഷ് മെത്തേഡ്. വാക്സിൻസ് ആണ് സ്റ്റെറിലൈസേഷൻ ഓഫ് വാക്സിൻസ്. ഇത്രയും ക്വസ്റ്റ്യൻസ് പിടികിട്ടിയോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. 19th ക്വസ്റ്റ്യൻ.
Temperature used in Holder method of sterilization. Temperature used in Holder method of sterilization. Holder method sterilization യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എത്രയാണെന്ന്. ഹോൾഡർ മെത്തേഡ് ഏതിനകത്ത് വരുന്നതാണ്? മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷനകത്തെ പാസ്ചറൈസേഷൻ്റെ ഒരു മെത്തേഡാണ് ഹോൾഡർ മെത്തേഡ്. എന്തിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയാണ് ഹോൾഡർ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഫോർ മിൽക്ക്. പാസ്ചറൈസേഷനകത്ത് വരുന്ന ഒരു മെത്തേഡാണ് ഹോൾഡർ മെത്തേഡ്. അനദർ മെത്തേഡാണ് ഫ്ലാഷ് മെത്തേഡ്. ഏതാണ്? ഫ്ലാഷ് മെത്തേഡ് ഫോർ സ്റ്റെറിലൈസേഷൻ ഓഫ് മിൽക്ക്. ദെൻ ഇവിടെ ഹോൾഡർ മെത്തേഡിൽ യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ എത്രയാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 62.8 ഡിഗ്രി, ഓപ്ഷൻ ബി 71.6 ഡിഗ്രി, ഓപ്ഷൻ സി 55 ഡിഗ്രി, ഓപ്ഷൻ ഡി 72 ഡിഗ്രി. ഏതാണ് ഹോൾഡർ മെത്തേഡിന് യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചർ? ഓപ്ഷൻ എ 62.8 ഡിഗ്രി സെൽഷ്യസ് ഫോർ 30 മിനിറ്റ്സ്. ഫ്ലാഷ് മെത്തേഡിൻ്റെ ടെമ്പറേച്ചർ എത്രയാണ്? 71.6 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 സെക്കൻഡ്സ്. ഹോൾഡർ മെത്തേഡും ഫ്ലാഷ് മെത്തേഡും പാസ്ചറൈസേഷൻ്റെ ഒരു മെത്തേഡാണ് മിൽക്ക് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി. ഹോൾഡർ മെത്തേഡിൻ്റെ ടെമ്പറേച്ചർ ആണ് 62.8 ഡിഗ്രി ഫോർ 30 മിനിറ്റ്. 71.6 ഡിഗ്രി ഏതാണ്? പാസ്ചറൈസേഷനകത്ത് തന്നെ ഫ്ലാഷ് മെത്തേഡിന് യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചറാണ് 71.6 ഫോർ 15 സെക്കൻഡ്സ്. ദെൻ 55 ഡിഗ്രി സെൽഷ്യസ് ഏതാണ്? അതും ഒരു മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്. ഏതാണ്? സ്റ്റെറിലൈസേഷൻ ഓഫ് വാക്സിൻസ്. വാക്സിൻ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡിൻ്റെ ടെമ്പറേച്ചറാണ് 55 ഡിഗ്രി സെൽഷ്യസ്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, കോൺസെൻട്രേഷൻ ഓഫ് PMN. എന്താണ് PMN? ഫിനൈൽ മെർക്കുറിക് നൈട്രേറ്റ്. ഫിനൈൽ മെർക്കുറിക് നൈട്രേറ്റ്. PMN ബാക്ടീരിയോസൈഡ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴുള്ള കോൺസെൻട്രേഷൻ എത്രയാണ്? ഫിനൈൽ മെർക്കുറിക് നൈട്രേറ്റ് ബാക്ടീരിയോസൈഡ് അതായത് കെമിക്കൽ ഏജൻ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴുള്ള കോൺസെൻട്രേഷൻ, സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള കോൺസെൻട്രേഷൻ എത്രയാണ്? ഓപ്ഷൻ എ 0.02, ഓപ്ഷൻ ബി 0.2, ഓപ്ഷൻ സി 0.0002, ഓപ്ഷൻ ഡി none of the above. Here answer is none of the above. ഈ ഒരു കോൺസെൻട്രേഷനും അല്ല. PMN ഫിനൈൽ മെർക്കുറിക് നൈട്രേറ്റ് നമ്മൾ ബാക്ടീരിയസൈഡ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ 0.002 ആണ്. ആൻസർ ഇസ് 0.002. Concentration of phenyl mercuric nitrate used as bactericide in 0.002 ആണ് ആൻസർ. ഇവിടുത്തെ നമ്മുടെ ഓപ്ഷനിലുള്ള ആൻസർ ഡി നൺ ഓഫ് ദി എബോ. കിട്ടിയ രണ്ട് ക്വസ്റ്റ്യൻസ്. ടെമ്പറേച്ചർ യൂസ്ഡ് ഇൻ ഹോൾഡർ മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ. ആൻസർ ഇസ് ഓപ്ഷൻ എ 62.8 ഡിഗ്രി. Then concentration of PMN used in bactericides, answer is option D, none of the above.